പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഞങ്ങൾക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് കർത്താവെ ഞങ്ങളുടെ വചനം പറയുന്നല്ലോ. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു, വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്. അല്പനേരം എല്ലാവരും അന്യഭാഷ പറഞ്ഞാട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. നിങ്ങളുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ അപ്പാ. കർത്താവ്, ഞങ്ങൾ ആത്മാവിൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ഇനിയും ശക്തമായി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വൻ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നപ്പാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ശ്രേഷ്ഠ വരങ്ങൾക്കായി നന്ദി പറയുന്നപ്പാ, ശ്രേഷ്ഠ വരങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നപ്പാ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നല്ലോ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ വിളിച്ച ദൈവമേ, അങ്ങ് വിശ്വസ്തനാണല്ലോ. അപ്പോൾ അല്പനേരം എല്ലാവരും കണ്ണടച്ചുകൊണ്ട് അന്യഭാഷ പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി, താങ്ക് യു ഹോളി യേശുവേ. നന്ദി കർത്താവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവകരം നമുക്ക് ഒരുമിച്ച് പിന്നെയും കൂടി വരുവാൻ ദൈവം നമ്മളെല്ലാവരെയും ശക്തീകരിച്ചല്ലോ. God gave us another opportunity to be together here like this. ഇന്ന് നമുക്ക് എല്ലാവർക്കും വരുവാനും കാണുവാനും ആരാധിക്കുവാനും ഒക്കെ ദൈവം ഒരു അവസരം ഒരുക്കി. God gave us another opportunity to come, meet, have fellowship and worship the Lord. കർത്താവിന് വലിയ പദ്ധതിയുണ്ട്. He has mighty plans behind this. നമുക്ക് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് വരുമ്പോൾ വലിയ പ്രതീക്ഷിച്ചു വേണം കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാൻ. When we come into His presence, let's expect great things. Anything can happen. Amen. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, അപ്രതീക്ഷിതമായി സംഭവിക്കാൻ വേണ്ടി. The thing about kingdom of God is it's not what we expect, but the unexpected can happen. ആമേൻ. നമുക്ക് വേഗത്തിൽ അല്പനേരം വചനം കേൾക്കാം. We'll hear the word of God. നാമത്തിൽ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. Lord will do great things in His name. ഈ ദിവസങ്ങളിൽ ആത്മീക വർധനവായിരുന്നു നമ്മുടെ വിഷയം. These days we've been meditating on spiritual growth. ഇന്ന് ആത്മീക വർധനവ് തന്നെ നമുക്ക് ആവശ്യമാണ്. We need spiritual growth. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമാണ്. Last week a thought came to my mind. നിങ്ങൾ നോക്കിയാൽ കർത്താവിന്റെ കാലഘട്ടത്തിൽ In Lord's time, അനേകര് യേശുവിലേക്ക് അടുത്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നു. many people came near Lord. ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് 4 പേര് വരുന്നത് കാണാൻ പറ്റും. 4 people carried a paralyzed man and brought him to Jesus. ബൈബിൾ പറഞ്ഞു he saw their faith എന്ന് പറഞ്ഞത്. And the word of God says Jesus saw their faith. നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ അനേകരെ എടുത്തുകൊണ്ട് വരാൻ എത്ര പേര് തയ്യാറാ? So how many of us are willing to carry people to the Lord? എൻ്റെ ചോദ്യം മനസ്സിലായില്ല. Did you understand my question? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അതുപോലെ ചുമന്നുകൊണ്ട് വരാൻ? Are we confident? Do we have that courage to bring a paralyzed man to the Lord? നിങ്ങൾ ചിന്തിക്കുക 4 പേര് കൂടി Just think about it. 4 people നടക്കാൻ വയ്യാത്ത ഒരാളെ carried a man who could not walk. ചുമന്നുകൊണ്ട് They carried him. നമ്മളെ കാറിൽ ഇപ്പോൾ വരാൻ പറ്റുമല്ലേ? We can come in the car. അവർ ചുമന്നുകൊണ്ട് വരുവാ. They are carrying this man. അപ്പം ഈ ബൈബിൾ പറയുന്നു യേശു അവർ വിശ്വാസം കണ്ടെന്നാ പറഞ്ഞത്. And the word of God says Jesus saw their faith. കണ്ടോ? അപ്പൊ ഇങ്ങനെ ചുമക്കാൻ ഒരു വിശ്വാസം വേണം. So we need a faith to carry somebody like that. അതായത് ഒരു തളർവാദ രോഗിയെ കാണുമ്പോൾ ആരാധനയ്ക്ക് കൊണ്ടുവന്നാൽ ഇവൻ നടക്കുമെന്നൊരു ഉറപ്പകത്തോട്ട് കയറണം. We should have a confidence that if we bring a paralyzed man to our worship, he will walk. ഈ ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ When this question came to my mind, ഉള്ളതിൽ പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പറഞ്ഞു. Holy Spirit told me something. അനേക രോഗികളെ ചുമന്നുകൊണ്ട് വരാൻ വേണ്ടി പോവാ. That many people are going to carry sick people and come to our midst. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Can we say hallelujah? ഞാനത് വിശ്വസിക്കും. I believe. കാരണം ഒരു കാലഘട്ടത്തില് Once upon a time, ഞങ്ങൾ വിശ്വാസത്താൽ ഇങ്ങനെ പറയുമായിരുന്നു. we used to say this in faith. അപ്പൊ വിശ്വാസം നമ്മൾ എന്ത് പറയുന്നു നമുക്ക് കാണാൻ പറ്റും.
When we speak in faith, we are going to see that eventually. നമ്മൾ വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടായിരുന്നു. We heard about the step of faith last time. എല്ലാ സഹോദരങ്ങൾക്കുമായി നന്ദി പറയുന്നു. I thank God, praise God for each one of you. എല്ലാവരും ദൂരത്തു നിന്നാണ് വരുന്നത്. All of you have come from very far. നിങ്ങൾ എല്ലാവരും ടയർഡ് ആണെന്ന് എനിക്കറിയാം യാത്രയുടെ. And I know all of you are tired. എങ്കിലും നമുക്ക് കർത്താവ് നമുക്ക് ബലം തരും. But God is going to strengthen us. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. Luke chapter 17 verse 5. The apostle said to the Lord, increase our faith. ഒറ്റ വാക്കാണ് increase our faith. The apostle said to ask the Lord, increase our faith. നമുക്കറിയാം ചില ഈ നമ്മുടെ ദിവസങ്ങളിൽ ഭയങ്കരമായ ഒരു ദൈവസാന്നിധ്യം നമ്മുടെ നടുവിൽ മൂവ് ചെയ്യുന്നുണ്ട്. We know that Lord's presence is amongst us. നമ്മൾ കൃപാവരങ്ങളെ പറ്റി എടുക്കാൻ തുടങ്ങിയ സമയം മുതൽ Since the time we have been studying about the spiritual gifts, പരിശുദ്ധാത്മാവിന്റെ ഒരു നിർബന്ധം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. there is an urgency by the Holy Spirit upon us. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം നമുക്ക് ചില സമയങ്ങളിൽ ടൈം നമുക്ക് ഒരു ലിമിറ്റഡ് ഉണ്ട്, എല്ലാത്തിനും ടൈം ലിമിറ്റഡ് ഉണ്ട്. We know we all have time limits. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആ സാന്നിധ്യം വന്ന സമയത്ത് Last time when the presence came, നമുക്ക് നിർത്തേണ്ടി വന്നു. we had to stop കാര്യം സിസ്റ്ററിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. because Ansa sister had work. നിങ്ങൾക്ക് എല്ലാവർക്കും പല കാര്യത്തിലും നമ്മൾ ബിസിയാണ്. We are busy with many things. എനിക്കറിയാം നിങ്ങളെല്ലാം ഇതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. And I respect all your times. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു സാന്നിധ്യത്തിന്റെ ഒരു ഫ്ലോ വന്നാൽ, But in these days, if a flow like that comes, ഞാൻ വീണ്ടും പറഞ്ഞു എല്ലാവർക്കും എനിക്കറിയാം നമുക്ക് ഒത്തിരി പ്ലാനിങ്ങുകളുണ്ട്. I know we all have many plans നമ്മളെല്ലാവരും ബിസി ഷെഡ്യൂൾഡ് and we have busy schedules. എന്നാൽ അങ്ങനെ ഒരു സാന്നിധ്യം വന്നാൽ, But if a presence like that comes, നിങ്ങൾക്ക് ഇരിക്കേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ ഇരിക്കാം, ഇനി പോകേണ്ട അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പോകാം. if it's emergency that you should go is urgent, then you can leave, others can continue in that നമുക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ചില കാര്യങ്ങളിൽ കമ്മിറ്റഡ് ആണ്. We know we are committed to ജോലിയോട് certain things. ബന്ധപ്പെട്ടുള്ളവരുണ്ട്. There are people committed to work. അപ്പോൾ ഞാൻ പറയുന്ന അങ്ങനെ ഒരു സാന്നിധ്യം നമുക്ക് സ്റ്റോപ്പ് ചെയ്യണ്ട, അതങ്ങ് മൂവ് ചെയ്യട്ടെ. So what I'm saying is, if a presence like that comes, let's not hold it back, let's carry in. Hallelujah. Can we say hallelujah? അപ്പോൾ അങ്ങനെ ഒരു സാന്നിധ്യം വന്നാൽ, So if a presence like that comes, നിങ്ങൾ ബിസി ഉള്ളവർ പോവുക. all those who are busy, you can leave. നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാതെ, And those who are here can continue. ഒരാളെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം. Even if there's one person, we can carry on. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Can we say hallelujah? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. അപ്പം ദൈവത്തിന്റെ വലിയ പ്രവർത്തനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for his mighty works amongst us. അപ്പോസ്തലന്മാർ പറയേണ്ട വിശ്വാസത്തെ ഒന്ന് ഇൻക്രീസ് ചെയ്യണം. So the apostles are asking the Lord, Lord, increase our ഈ faith. വിശ്വാസം എന്ന് പറയുന്നത് Faith is, ഇൻവിസിബിൾ ആയ ഒരു സ്ഥലത്ത് നിന്നും, it is we are believing in something that is in the invisible world. ഇതിനർത്ഥം കാണാൻ പറ്റാത്ത ഒരു ലോകം നമ്മുടെ ചുറ്റിനുമുണ്ട്. There is an unseen world around us. ഇവിടുന്ന് From there, എടുക്കാനുള്ള ടൂളാണ് ഫെയ്ത്ത്. faith is the tool to pick something up from the unseen world and bring it to the visible എന്നാൽ world. ഇതിന് മെഷർമെന്റ് ഉണ്ട്, ഇങ്ങനെ ഓരോ മെഷർ ഉണ്ട്. But faith has a measurement as well. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ശിഷ്യന്മാർക്ക് മനസ്സിലായി ഇതിന്റെ അകത്തൊരു വർധനവ് നമുക്ക് ആവശ്യമാണ്. So disciples understood that they need an increase of their faith. നമുക്ക് ആ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം ഒന്ന് എടുക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ Let's go to Hebrews chapter 11, അതിന്റെ 6-ാമത്തെ വാക്യം. verse 6. And without faith, it is impossible to please God, because anyone who comes to him must believe that he exists, and he rewards those who earnestly seek him. നമ്മൾ ആ വാക്യം കൊണ്ട് വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. Without faith, it is impossible to please God. എന്നിട്ട് ദൈവത്തിന് എന്തെങ്കിലും എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, So if you desire to take something from the Lord, ദൈവരാജ്യത്തിൽ എന്തെങ്കിലും എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, if you want to take something from the kingdom of God, വിശ്വാസം കൂടാതെ നടക്കത്തില്ല. we cannot do it without faith. ഒരു ഹല്ലേലൂയ പറഞ്ഞു. Can we say ഇന്ന് hallelujah? ഇതിന്റെ അകത്തിരിക്കുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ഒരു വീട് മേടിക്കാനുള്ള പൈസ ഇന്ന് അക്കൗണ്ടിലുണ്ട്? How many of you right now have money in your bank to buy a house straight away? ഇന്നൊരു വീട് മേടിക്കുവാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ആഗ്രഹം പോരാ, പൈസ കയ്യിലുള്ളവർ എത്ര പേരുണ്ട്? How many of you have the ready cash in your hand to buy a house straight away? കൈ പൊക്കിക്കേ. Only those people raise their hands. ഇല്ല. None of us have it. ഒരു കാർ മേടിക്കാൻ റെഡി ക്യാഷ് ഉള്ളവര്? റെഡി ക്യാഷ്. Anybody has cash to buy a car just like that? ഇല്ല. Nobody has it. ഒരു പാക്കറ്റ് ആപ്പിൾ മേടിക്കുവാൻ റെഡി ക്യാഷ് ഉള്ളവർ എത്ര പേരുണ്ട്? How many of you have cash to buy a bag of apple? കണ്ടോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, നമ്മൾ ഒരു സാധനം വാങ്ങുവാൻ എന്തുണ്ട്?
വ്യത്യാസം വരുന്നുണ്ട് അല്ലെ പണത്തിന്റെ. Can you see, to buy something we have different levels of money that we need. ഒരു വീട് വാങ്ങുവാൻ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കൈ പൊക്കാൻ പറ്റിയില്ല. When I asked about a house, we couldn't raise our വേണ്ട, hands. ഒരു കാർ മേടിക്കാൻ ചോദിച്ചപ്പോൾ എന്ത് റെഡി ക്യാഷ് നമ്മുടെ കയ്യില്. Even to buy a car, we didn't have ready cash. പക്ഷെ ഒരു പാക്കറ്റ് ആപ്പിൾ മേടിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം കൈ എന്ത് ചെയ്തു? But to buy a bag of apple, we all raised our hands. ഇതാണ് ഫെയ്ത്ത്. This is faith. ഇതിന് മെഷർ ഉണ്ട്. There's a measurement. വലിയ കാര്യങ്ങളെ ദൈവത്തിൽ നിന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, If you want to take big things from the Lord, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വർധനവ് ആവശ്യമാണ്. we need to increase our faith. നിങ്ങൾ ആ വാക്കുകൊണ്ട് എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ പറഞ്ഞു, വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ്. ദൈവസന്നിധിയിൽ ഒരാൾ വരുന്നുണ്ടെങ്കിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. If somebody is coming to the Lord, we cannot please Lord without faith. എബ്രായ ലേഖനം 11-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ അവർ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ കൂടി കടന്നുപോയി. Verse 29, same chapter says, by faith the people passed through the Red Sea as on dry land. നോക്കിക്കേ, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം അവർക്കകത്ത് വ്യാപരിച്ചപ്പം കടലിന്റെ നടുക്കുകൂടെ യാത്ര ചെയ്യാൻ പറ്റി. So when faith was operating inside the people, they could walk through the Red Sea. എന്നാ പ്രതികൂലം വന്നാലും, No matter what the trouble is, അകത്തൊരു വിശ്വാസം ഉണ്ടെങ്കിൽ if there is faith inside of you, ഏത് കടൽ നടുവിലും വഴി തുറന്നിരിക്കും. in the middle of any sea there will be a way. വിശ്വാസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. So faith is a very important നമ്മൾ thing. വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ലേസി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര്. And believers are the most lazy people. നേരത്തെ എനിക്ക് എന്റെ കൂടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. There was a brother who worked with me. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ബ്ലാക്ക് മാജിക് ഒത്തിരി പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. He used to practice black magic and he used to study on ഞാൻ that. സ്ഥലം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to mention the place where he ആ lives. വ്യക്തിയോട് പറയാ, ബ്രദറെ, ഞാൻ പഠിച്ചതും ഞാൻ ചെയ്തു നോക്കിയതും എല്ലാം He told me, I studied it and I tried it, മരിച്ച് അടക്കപ്പെട്ട ഡെഡ് ബോഡി, but a dead body, അതിന്റെ അന്ന് അടക്കം ചെയ്തതിന്റെ രാത്രി തന്നെ the same night that he's buried, ഇവര് 3 പേര് കൂടി പോയി 3 of them went. അത് കുഴിച്ച് പുറത്തെടുത്ത് They took the body out from ആ ശരീരത്തിൽ രാത്രി 1 മണിക്കും 2 മണി സമയങ്ങളിൽ on the body at around 1 o'clock, 2 o'clock in the night. അപ്പൊ ഇവര് ബ്ലാക്ക് മാജിക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞത്. They did everything related to black magic. വർഷങ്ങളോളം ഇത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. They were practicing it many years. ഞാൻ ചിന്തിക്കാം, നമ്മളൊരു 10 മണിക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ ഉറങ്ങിപ്പോവും അല്ലേ? And I was thinking, if we sit to pray at 10 o'clock, we രാത്രി sleep. 2 മണിക്ക് ഒരു ശവക്കോട്ടയിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ധൈര്യം വേണം? Can you imagine what courage they needed to go to a graveyard at 2 o'clock in the night? മരിച്ച ഡെഡ് ബോഡി അടക്കം ചെയ്ത മണ്ണ് നീക്കി ആ ബോഡി പുറത്തെടുക്കണമെങ്കിൽ എന്തൊരു ധൈര്യം വേണം? Imagine what sort of courage they had to take out the buried body out in the middle of the അത് night. പുറത്തെടുത്ത് വെച്ച് അതിന്റെ അകത്ത് അവർ ആ ബ്ലാക്ക് മാജിക്കിന്റെ സംഭവം ചെയ്യണമെങ്കിൽ എന്തോ ഒരു ക്ഷമ ആവശ്യമാണ്. And can you imagine the patience and courage they needed to do this black magic and practice it on this dead ഇത് body? കേട്ടപ്പോ ഞാൻ അതിശയിച്ചു പോയി. ഈവിൾ വേൾഡിൽ എത്രത്തോളം അവർ കഠിനാധ്വാനം ചെയ്യുന്നു. I was so surprised when I heard how much they are working hard in the evil kingdom. എന്റെ പ്രിയരെ, വിശ്വാസത്തിൽ ബലപ്പെടണം കേട്ടോ. Dear friends, we have to strengthen or increase in our ഞാൻ faith. പേടിപ്പിക്കാൻ പറയുവല്ല. I'm not saying this to scare you. നിങ്ങളിൽ ഇരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ അത്രേ. Who is in you is greater than who is in the world. അവന്റെ ഒരു പരിപാടി നിങ്ങളുടെ മേൽ ഫലിക്കത്തില്ല. Nothing of the who is outside can touch അപ്പൊ you. ഞാൻ ആ മനുഷ്യരോട് ഒത്തിരി കാര്യം പുള്ളിയോട് ഷെയർ ചെയ്തിട്ടുണ്ട്. I've shared many things with this അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നത് brother. ആവശ്യമുള്ളതല്ല. I'm not desiring to share everything because we അപ്പൊ don't ഞാൻ need it. ചിന്തിച്ചത്, ഈ വ്യക്തികൾ ഇത്രയും കഷ്ടപ്പെട്ട് അവരെന്ത് ചെയ്യും, ഒരു സംഭവം പഠിച്ചെടുക്കുക. I'm thinking this man is working so hard to study this. അപ്പൊ വിശ്വാസം എത്രത്തോളം ലേസിയാന്ന് ആലോചിച്ച് So നോക്കിക്കേ. can you imagine how lazy we believers അപ്പൊ are? ശിഷ്യന്മാര് ഭയങ്കര ആക്റ്റീവാണ്. The disciples are very active. അവർക്ക് മനസ്സിലായി യേശു ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ ഞങ്ങൾക്ക് വിശ്വാസം ആവശ്യമാണ്. They understood if they had to function like അവരിലൂടെ Jesus, പലതും they did നടക്കുന്നുണ്ട്. They were doing many things. അവർ പ്രാർത്ഥിക്കുമ്പോൾ മിറക്കിൾസ് നടക്കുന്നുണ്ട്. When they are praying, miracles were പക്ഷെ അവർക്ക് happening. മനസ്സിലായി ഞങ്ങളുടെ വിശ്വാസം ഇൻക്രീസ് ആകണം. But then they understood that then faith needed to increase. വിശ്വാസം ഇൻക്രീസ് ആകുന്ന അനുസരിച്ച് Because as their faith 4 increases, കോടി രൂപ ഉണ്ടെങ്കിൽ if they have 4 crore rupees, ഈ സെക്കൻഡിൽ ഒരു വീട് മേടിക്കാൻ പറ്റും അല്ലേ? we can buy a house now itself. ഒരു 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു കാർ മേടിക്കാൻ പറ്റും റെഡി ആയിട്ട് അല്ലേ? If we have 15 lakh rupees, we can buy a car. ഒരു 2 പൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്പിൾ മേടിക്കാൻ പറ്റും അല്ലേ? If we have 2 pounds, we can buy a bag of ഇതിലേറെ apples. നിങ്ങളുടെ അകത്തുള്ളത് What do we have inside of you? ആപ്പിൾ മേടിക്കാനുള്ളതാ.
We have something enough Hallelujah, only to പറഞ്ഞാൽ. buy an apple. അപ്പൊ ഇതേപോലെ വിശ്വാസം, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമുക്കൊരു വിശ്വാസം കിട്ടുന്നുണ്ട്. Same thing, when we came to faith, ഞാൻ we had a measure of faith. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ 2 തരം ഫെയ്ത്ത് ഉണ്ട്. Last time I spoke about 2 types of സ്പിരിറ്റ് ഓഫ് faith. ഫെയ്ത്ത് ഉണ്ട്. There is spirit of faith, അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വിശ്വാസമുണ്ട്. and then Holy Spirit gives us a measure of 2 faith. വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാവും. And second is, when we hear the word of God, we have a level of faith. അതായത് പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെടുമ്പോൾ നമുക്കൊരു വിശ്വാസം തരും. So when we are born again, Holy Spirit gives us a measure of faith. നമുക്ക് എന്നാ സന്തോഷം ആ സമയത്തല്ലേ? How happy we are when we ആ were born സമയത്ത് ഒരു again. ഡെഡ് ബോഡി കിട്ടിയാൽ നമ്മൾ അപ്പം ഉയർപ്പിക്കും. അതുപോലെ വിശ്വാസമല്ല. At that time, when we were first born again, if we saw a dead body, we were willing to pray. പക്ഷെ ഇന്ന് കൊണ്ടുവന്ന ഡെഡ് ബോഡി വെച്ച് നമുക്ക് എന്തില്ല? ആ വിശ്വാസം, But today, if we see a dead body, do we ആ pray? സന്തോഷം നമുക്കിപ്പില്ല. Do we have the same joy and same അതിന്റെ faith? അർത്ഥം ഇന്നും ആ ഫെയ്ത്ത് നമ്മുടെ അകത്ത് വളർന്നു വരുന്നില്ല. That's because the faith that we had initially has not grown. ഞാൻ കുറെ കാലം മുമ്പ് Some time back, ഒരു മിഡിൽ ഈസ്റ്റ് ജോലി ചെയ്ത ചെറുപ്പക്കാരൻ വിളിച്ചു. a man who worked in Middle East, he ഒരു called me. ബോൺ അഗെയിൻ ആയിട്ടുള്ള ചർച്ചിൽ പോകുന്ന ആളല്ല, ഒരു ക്രിസ്തു കുടുംബത്തിൽ ജനിച്ച ആളാണ്. He was born in a Christian family but not born again. അപ്പൊ ഇദ്ദേഹം എങ്ങനെയോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒരു ഇത് കണ്ട് മെസ്സേജ് എന്തോ കണ്ട് വിളിച്ച അദ്ദേഹം. He saw my message on YouTube and he called me. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാൻ വലിയ സങ്കടത്തിലായ ഒരു ഷെഫാണ്. He said, brother, I'm in great trouble. I'm a chef. ഞാൻ ഒത്തിരി പൈസ കൊടുത്താണ് ഇവിടെ വന്നത്. I paid a lot of money to come here. പക്ഷെ എന്റെ ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. But I'm about to lose my job. അപ്പൊ ഇവര് പറഞ്ഞു പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വരും. And the employer said, you might have to go കുറേ back. മാസമായിട്ട് സാലറി തരുന്നില്ല. And they haven't been paying him for quite a few months. വീട്ടിൽ ചെന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും, പൈസ ഇല്ല. He said, if I go back home, I'll go mad because we don't have money. ഒത്തിരി പൈസ കടം മേടിച്ച് ഇങ്ങോട്ട് വന്നത്. He had taken a lot of loan to come അപ്പൊ here. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ എങ്ങനെയോ പ്രാർത്ഥന അദ്ദേഹം കാണാനിടയായി തീർന്നു. And somehow he came across my YouTube video. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. And he called me and said, please അപ്പൊ could you ഞാൻ pray for അദ്ദേഹത്തിന് me? വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് And when I was praying for him, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. Holy Spirit gave me a word. ഒരു പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തി. He showed me a name. എന്നിട്ട് പറഞ്ഞു, ഈ വ്യക്തി മുഖാന്തരം And Holy Spirit told me that through this നീ person, ഇവിടുന്ന് പോകും. you will go back. പക്ഷെ ഈ വ്യക്തി മുഖാന്തരം But through this person, നിന്നെ ദൈവം ഇവിടെ തിരിച്ചു കൊണ്ടുവരും. God will bring you back. ഇത് കേട്ട ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ബ്രദറെ ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എന്റെ കൂട്ടുകാരനാത്. When he heard the name, he said, this person has no connection to what I do. അവർക്ക് തന്നെ ജീവിക്കാനുള്ള ചുറ്റുപാടൊന്നുമില്ല. And they are also quite poor and they can't help അപ്പൊ me. ഞാൻ പറഞ്ഞു, സഹോദരൻ എനിക്ക് നിങ്ങളെ അറിയത്തില്ല, I told him, brother, I don't know നിന്റെ you. സുഹൃത്തിനെ അറിയത്തില്ല, And I don't know your friend. പക്ഷെ ദൈവാത്മാവ് എന്ത് പറയുന്നു But I'm telling you what Holy Spirit is ഷെയർ telling me. ചെയ്യുന്നു. I'm just sharing what Holy Spirit ഇദ്ദേഹം told തിരിച്ച് me. നാട്ടിൽ പോയി And this man went back home എന്നെ എല്ലാ ദിവസവും വിളിക്കും. and he would call me every single ഒന്നും day. തോന്നരുതേ, He would say, brother, please don't feel ഞാൻ bad. അവനെ പോയി കണ്ടു. So one day I went and saw അവൻ him. തന്നെ ജീവിക്കുന്ന കഷ്ടപ്പെട്ട. He was struggling to live. എനിക്കടെ കടക്കാരനെ വിളിച്ചുകൊണ്ടിരിക്കുക. He said, all that debt people who have been given me debt. എനിക്ക് ജോലി കിട്ടുമോ? He kept asking me, will I ever get a ഞാൻ job? പറഞ്ഞ ബ്രദറെ, കർത്താവ് ഇടപെട്ടതല്ലേ. I said, brother, Lord has already spoken about this matter. എനിക്കറിയാം ബ്രദറെ, കർത്താവ് ചെയ്യും. I said, yes, I know, brother, God will do. ആമേൻ പറഞ്ഞ് അദ്ദേഹം വെച്ചു. He said amen and kept the പിറ്റേ phone. ദിവസം വിളിക്കാൻ തുടങ്ങി. Then again he started calling me every day. ഞാൻ ഓർത്ത്, കർത്താവ് എന്തുകൊണ്ട് ഈ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല? And I thought, why, Lord, why can't this man believe? കാര്യം ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനെ എനിക്ക് അറിയത്തില്ലെന്ന് ഇവർക്ക് അറിയാം, ഈ പുള്ളിക്ക് അറിയാം. Because this man knows that I don't know his friend. പക്ഷെ ഈ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ നമ്മൾ തമ്മിൽ, ഈ 3 പേര് തമ്മിൽ ഒരു പരിചയമില്ല. And he knows that all 3 of us, we are not connected ഇത് to each other. ദൈവത്താൽ തന്നെയാണ് മനസ്സിലാക്കിയെന്ന് തന്നെ അറിയാം. And he knows that I told that friend's name through the Holy Spirit. എന്നിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. But still he could not believe. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരാ, ഇനി നിങ്ങൾ വിശ്വസിക്കണ്ട. And then I said, okay, now you don't believe. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സഹായിക്കും. God will help you. എപ്പോഴും പറ, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം. Always say, Holy Spirit, help me. അങ്ങേ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകുവാൻ എന്നെ സഹായിക്കണം. Help me to believe that എനിക്ക് what you ദൈവത്തിന്റെ said will വിശ്വാസം happen. തരണം. Give me faith in the Lord. നിങ്ങൾക്കറിയാവോ, ഈ സുഹൃത്തിന്റെ പിതാവ് മുഖാന്തരം And do you know, through this friend's father, പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ഈ ചെറുപ്പക്കാരുത്സവനെ വിളിച്ചു. one day this young man called me. എന്നിട്ട് പറഞ്ഞു, പിതാവ് ഒരു നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്, ഫാദർ. My friend's father wants to see me. അദ്ദേഹം പെട്ടെന്ന് പറയുകയാണ്, And he said very quickly, എന്റെ ഒരു സുഹൃത്ത് മിഡിൽ ഈസ്റ്റിലുണ്ട്.
One of my friend is in the Middle East. നിന്റെ CV പെട്ടെന്നതാ. Can you give me your CV? ഒരു ഷെഫിന്റെ വേക്കൻസി ഉണ്ട്. There's a vacancy for a chef there. പെട്ടെന്ന് അത് അപ്ലൈ ചെയ്തു. And he quickly applied. വേഗത്തിൽ അത് റെഡിയായി. I was ready very ഇദ്ദേഹം quickly. മിഡിൽ ഈസ്റ്റിൽ ചെന്നു. And he reached Middle East. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. Can we say a അപ്പൊ hallelujah? സാഹചര്യം നോക്കിയാൽ So if you look at our നമുക്ക് circumstances, വിശ്വസിക്കാൻ കഴിയത്തില്ല. we cannot believe. ദൈവത്തെ നോക്കിയാൽ But if we look to God, അവിടെ നമുക്ക് വിശ്വാസം തരും. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. we get faith from the Lord. അപ്പൊ ചില ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ കാരണം And the reason some people cannot believe, ശ്രദ്ധിച്ചോണം, ചില ആൾക്കാർക്ക് വിശ്വസിക്കാൻ ഒട്ടും കഴിയാത്തതിന്റെ കാരണം the reason some people cannot believe at അവരുടെ all, വിശ്വാസം പ്രവർത്തിക്കുന്നില്ല. because faith is not acting in them, activating in them. അപ്പൊ ശ്രദ്ധിച്ചോ, ചില ആൾക്കാർ ഭയങ്കര വിശ്വാസമാണ്. Some people have great faith. ചിലർ പറയും ഭയങ്കര ഉറപ്പാ. ചിലർക്ക് Some people have great ദൈവം അത് confidence. ചെയ്യുമെന്ന് പറഞ്ഞാൽ If they hear that God will do it, നമുക്ക് തന്നെ അതിശയം തോന്നും. we'll also be അതാണ് surprised. സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് ഉള്ളവർ. And that is because they have the spirit അതൊരു of faith. ഗിഫ്റ്റ് ആണ്. ഒരു ഹല്ലേലൂയ It's പറഞ്ഞാൽ a gift. ഈ ഗിഫ്റ്റ് നിങ്ങളുടെ എല്ലാവരുടെ അകത്തുണ്ട്. And this gift is in each one of ഇത് us. വർദ്ധിക്കുമ്പോഴാണ് അസാധാരണമായ ഉറപ്പിലോട്ട് വരുന്നത്. And when this increases, we come to this extraordinary എന്നാൽ confidence. വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു വിശ്വാസം But when we hear the word of God, faith comes to us. ജീവിതത്തിൽ ഏത് വിശ്വാസം നിങ്ങൾക്കുള്ളതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? Do you want to know what faith each one of us have? അപ്പോസ്തല പ്രവൃത്തി Acts of Apostles, 14 അധ്യായത്തിന്റെ chapter 14, അതിന്റെ 9ാമത്തെ വാക്യം, അതിന്റെ 14ന്റെ 8 മുതൽ വായിക്കാവോ? chapter 14 from 8 onwards. In Lystra there was a man who was lame. He had been that way from birth and had never walked. നിങ്ങൾ ആ വാക്കുകൊണ്ടോ? ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത, കാലിന് ശക്തിയില്ലാത്ത ഒരു പുരുഷൻ അവിടെ ഉണ്ടായിരുന്നു. He listened to Paul as he was speaking. Paul looked directly at him and saw that he had faith to be healed. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇനി നിങ്ങളോടേ പൗലോസ് പ്രസംഗിച്ചപ്പം ഈ മുടന്തനായ മനുഷ്യൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. Here when Paul was speaking, this lame man was looking at Paul. എന്റെ ചോദ്യം, ഉറങ്ങാൻ മേലായിരുന്നു? My question is, he could have gone off to sleep. എന്തുകൊണ്ടാ ബോറടിക്കാത്തത്? Why wasn't he bored? അതിന്റെ അർത്ഥം പൗലോസ് പ്രസംഗിക്കുന്ന വചനത്തിന്റെ അകത്ത് ഒരു വിശ്വാസം വ്യാപരിക്കുന്നുണ്ടായിരുന്നു. Because there was faith when Paul was speaking, there was faith radiating through there. മുടന്തനായ മനുഷ്യൻ ഇങ്ങനെ പൗലോസിനെ കണ്ണു പറിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുക. This lame man was looking directly at Paul. പൗലോസിന്റെ മനസ്സിൽ ഇന്ന് എന്തോ സംഭവിക്കാൻ വേണ്ടി And പോവുകയാണ്. Paul knew that something was going to happen. താഴോട്ട് വായിച്ച് അതിന്റെ വാക്യത്തിൽ പറയുന്നു, 14ാമത്തെ വാക്യത്തിൽ പറയുന്നു, And verse 14 says, 9ാം വാക്യത്തിൽ പറയുന്നു, verse 9, പൗലോസ് സംസാരിക്കുന്നത് കേട്ടു അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് കണ്ടു. and Paul looked directly at him and saw that he had faith to be healed. നിങ്ങൾ നോക്കിക്കേ, പൗലോസ് നോക്കിയപ്പം ജന്മനാ നടക്കാത്തവന്റെ അകത്തൊരു വിശ്വാസം. When Paul looked, he saw a faith in this man who could not walk. പൗലോസിന്റെ മനസ്സിലായത് എങ്ങനെയായിരിക്കും? How did Paul understand that? കാലിന് നടക്കാൻ ശേഷിയില്ലാത്ത, ജന്മനാ മുടന്തനായ, ബലഹീനനായ ഈ വ്യക്തി ഇവന് സൗഖ്യം നടക്കുമെന്ന് അകത്തു ഭയങ്കര വിശ്വാസമുണ്ടെന്ന് പൗലോസിന് എങ്ങനെ കാണാൻ പറ്റി? Tell me, how did Paul see that this man had faith to be healed? ഞാൻ ആദ്യം പറഞ്ഞു 4 പേര് എന്താ പറയുക, തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വരുന്നത് ബൈബിൾ പറഞ്ഞു ഈ സോ their faith എന്നാ പറഞ്ഞത്. I first mentioned 4 friends bringing a paralyzed man, and Jesus saw their faith. കണ്ടോ, വിശ്വാസത്തെ കാണാൻ പറ്റും. So you can see faith. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. പൗലോസിന്റെ മനസ്സിലായി ഈ മുടന്തനായ വ്യക്തിക്കകത്ത് ഒരു വിശ്വാസം വ്യാപരിക്കുന്നുണ്ട്. So Paul knew that this lame man had a level of faith in him. എങ്ങനെ മനസ്സിലായി കാണും പൗലോസിന്? How did Paul understand it? കാര്യം എങ്ങനെയായിരിക്കും? വിശ്വാസം നമുക്ക് മനസ്സിലാകുന്നത് ആക്ഷനിലൂടെയാണ്. How we understand faith is through our actions. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ If you have faith, നിങ്ങളുടെ അകത്ത് ആക്ഷനുകൾ വെളിപ്പെട്ടിരിക്കും. you will have faith actions. നോക്കിക്കേ, അവിടെ പൗലോസ് പറയാണ് കാലൂന്നി എന്ത് ചെയ്യുക. And Paul is saying, stand up on your feet. അതിന്റെ അർത്ഥം ഈ മുടന്തനായ മനുഷ്യൻ പൗലോസിലേക്ക് പ്രസംഗിച്ചപ്പോൾ ഇവൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. So what we can understand is when Paul was speaking, maybe he was trying to stand up. കണ്ടോ, നിങ്ങളിപ്പോ കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം യാത്ര എന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നത്?
Why have all of you traveled so far to come here? എന്തിനാ വന്നിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഉറങ്ങാൻ മേലെ സൺഡേയിൽ? You could have slept on Sunday പക്ഷെ morning. നിങ്ങളുടെ അകത്ത് വിശ്വാസം പറയുന്നു ദൈവസന്നിധിയിലേക്ക് വരിക. But your faith inside of you said, come to the presence നിങ്ങൾ of God. ആക്ഷൻ എടുക്കാൻ തുടങ്ങി. കണ്ടോ, ആക്ഷൻ ചെയ്യാൻ You തുടങ്ങി. started taking action, faith. ഈ 4 പേര് ചുമന്നോണ്ട് വരുന്ന കണ്ടപ്പോ When Jesus saw 4 people carrying this paralyzed യേശു ടെൻഷൻ man, അടിച്ചില്ല. ദൈവമേ ഇവൻ സൗഖ്യമായില്ല, എന്നാ ചെയ്യും? Jesus was not tensed. Oh my God, will he be healed or യേശു not? കണ്ട് ഇവൻ നടന്ന് തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണ്. Jesus saw that this man was going to go back walking. കാരണം നിങ്ങളുടെ അകത്തൊരു വിശ്വാസം വ്യാപരിക്കാൻ തുടങ്ങിയാൽ If there is faith inside of you, നിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. you will not be able to sit still. നിങ്ങൾ ചലിക്കുവാൻ ആരംഭിക്കാൻ You തുടങ്ങും. will start moving in കർത്താവിന് faith. വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു ആഗ്രഹം You will അകത്ത് want ഉണ്ടാകുന്നുണ്ടോ? to, are you feeling wanting to do something for the Lord? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിർബന്ധം തോന്നുന്നുണ്ടോ? Are you feeling an urgency to pray for the sick? ഹീലിംഗ് അനോയിന്റിംഗ് മൂവ് ചെയ്യാൻ തുടങ്ങി. And by that faith means ലൂടെ. the healing anointing by faith is moving through കർത്താവിന് you. വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ If you have a desire to do something for the Lord, വിശ്വാസമുള്ളവനെ ഇത് വർക്ക് ആകത്തുള്ളൂ. this will work only in people who have ഇവിടെ faith. നോക്കിയ പൗലോസിന് മനസ്സിലായി ഇവൻ ഇന്ന് എണീക്കാൻ വേണ്ടി പോവുകയാണ്. Paul understood that he was going to ഇവൻ stand up, ചലിക്കാൻ വേണ്ടി പോവുകയാണ്. that he was going to walk ഇവന്റെ today. ഇവന്റെ പ്രവൃത്തി കണ്ടപ്പോ, ഇവന്റെ ആ നിപ്പും ചാട്ടവും കണ്ടപ്പോ പൗലോസിന് മനസ്സിലായി കാലൂന്നി നിവർ നിൽക്കാൻ ഓരൊക്കെ പറഞ്ഞു. When Paul saw this man's excitement and maybe he was trying to move around, നമ്മളാണ് എന്നാ പറഞ്ഞാനെ? what would we have said? കർത്താവ് ഈ മനുഷ്യന് എന്ത് ചെയ്യണം, അങ്ങ് സൗഖ്യം, Akane. ഓ ഇവനൊരു വിടുതൽ കൊടുക്കണവേ. For we ഇതൊന്നും വിശ്വാസത്തിന്റെ പ്രാർത്ഥനയൊന്നും അല്ല. would have said, oh Lord, see his faith, please make him walk. These are not prayers of faith. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയല്ല പലപ്പോഴും. Are we not praying like പൗലോസ് that? വരെ കാലൂന്നി. Paul is saying, stand up on your feet. ഞാൻ അവിടെ ഉണ്ടായിരുന്ന പറഞ്ഞ അച്ചായ കാല് വയ്യാത്തയാളാ. If I was there, I would have said, Paul, please, can't you see? ജന്മനാ മുടന്തരാ. Can't you see he can't walk from birth? അപ്പൊ പൗലോസ് പറ, ആണോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. Paul will say, I didn't know that. പൗലോസ് പറ, അതൊക്കെ എനിക്ക് അറിയാം. Paul will say, I know all that. പക്ഷെ ഇവന്റെ അകത്തൊരു വിശ്വാസം But വ്യാപരിക്കുന്നുണ്ട്. inside of him, there is a faith ഇത് operating. കണ്ടിട്ട് പൗലോസ് പറയുക, And he saw that faith നിനക്കിനി അവിടെ operating in him. ഇരിക്കാൻ കഴിയത്തില്ല. He said, you will not be able to sit ഞാൻ down ഉറപ്പായിട്ടും പറഞ്ഞു, anymore. ഈ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ If this faith is ഒരു inside each of us, രാജ്യത്ത് നിങ്ങൾ ഒതുങ്ങാൻ പോകത്തില്ല. you are not going to stay within one country. നിങ്ങൾക്ക് ഒതുങ്ങാൻ കഴിയത്തില്ല. You will not be able to stay within a country. പൗലോസിന്റെ പ്രസംഗത്തിന്റെ അകത്ത് So inside Paul's ഇവന്റെ message, അകത്തോട്ടൊരു വിശ്വാസം കേറി. a faith reach event inside this വിശ്വാസം man. എങ്ങനെ ഉണ്ടാകുന്നത്? കേൾവിയാലും. How does faith? Faith comes by hearing, കേൾവിയാലും. കേൾവി എവിടുന്നാ വരുന്നത്? and hearing the word കണ്ടോ, of. കർത്താവിന്റെ വചനം കേൾക്കുമ്പോ When we hear the word of the Lord, faith ഉറങ്ങാൻ comes. തോന്നുന്നുണ്ടെങ്കിൽ If you want to sleep that time, വിശ്വാസം പ്രവർത്തിക്കുന്നില്ല. faith is not പക്ഷെ operating. കർത്താവിന്റെ വചനം കേൾക്കുമ്പോ But when you hear the word of God, ഇന്നെന്റെ അവസ്ഥ മാറുമെന്ന് your circumstances അകത്തൊരു ഉറപ്പ് today, വ്യാപരിക്കുന്നുണ്ടോ? if a confidence like that ആർക്കും comes, ഇല്ലാത്തൊരു വഴി എനിക്ക് വേണ്ടി തുറക്കുമെന്ന് ഉറപ്പുണ്ടോ? a way that is not there for anybody else is going to open എന്തോ for me. സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഉറപ്പുണ്ടോ? Something is going to happen. Do you നിങ്ങളുടെ have അകത്ത് that വിശ്വാസം confidence? ഇൻക്രീസ് ആകാൻ തുടങ്ങി. That means the faith has started ചലിക്കുവാൻ increasing. തുടങ്ങിയിട്ടുണ്ട്. ചലിക്കുവാൻ That means തുടങ്ങിയിട്ടുണ്ട്. faith has started increasing in you. പൗലോസിന് മനസ്സിലായി ഇവന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. Paul understood that I don't need to pray for him. അതുകൊണ്ട് പൗലോസ് പോയി കൈ പോലും വെച്ചില്ല. See, Paul didn't even go and place his hand പൗലോസ് over പറയും, him. കാലൂന്നി എന്ത് ചെയ്യുക? Paul is asking him, stand up on your ഈ feet. ലെവലിലേക്ക് കയറി വന്നേ പറ്റത്തുള്ളൂ. We need to reach that ഇതാണ് faith. നിങ്ങളുടെ ഫെയ്ത്ത്. That should be our faith. അനേകരെ കൽപ്പിച്ചെണീപ്പിക്കുക എന്നുള്ളതാണ്. Command to many people and make them walk. ഈ ഫെയ്ത്ത് നിങ്ങൾക്ക് അകത്തുണ്ട്. If this faith we have inside of ശിഷ്യന്മാർക്ക് us. മനസ്സിലായി ഇത് ഇൻക്രീസ് ആകുന്ന ഫെയ്ത്താ. And disciples understood that this faith increases. നിങ്ങൾ അതിന്റെ താഴേക്ക് ഒന്ന് വായിക്കില്ല, ലൂക്കോസ് 17:5-6 ഒന്ന് വായിക്കാവൂ. The apostle said to the Lord, increase our faith. He replied, യേശുവിന്റെ മറുപടി കേട്ടോണേ. if you have faith as small as a mustard seed, you can say to this mulberry tree, be uprooted and planted in the sea, and it will obey you. ഈ കാട് യേശുവിന് ചോദിച്ചത് എന്തുവാ? God increase our faith, അല്ലേ? Here, what did the apostles ask him? Increase our faith. യേശുവിന്റെ മറുപടി എന്തുവാ? And what is Jesus' ഒരു ഇച്ചിരി reply? കടുകുമണിയുടെ വിശ്വാസം ഉണ്ടെങ്കിൽ He's saying, if you have faith as small as a ആ mustard seed, നിൽക്കുന്ന കാട്ടത്തി you can speak to that അതിന്റെ mulberry tree. വേരോടെ It will be അത് uprooted, കടലിൽ ചാടി പോയിരിക്കും. and it will jump into the sea. നോക്കിക്കേ, അപ്പൊ ചെറിയ വിശ്വാസം ഉണ്ടെങ്കിൽ, That means if you have a small faith, അപ്പൊ ചെറിയ വിശ്വാസമുണ്ട്,
So there is small faith വലിയ വിശ്വാസമുണ്ട്. and there is great faith. അതിന്റെ അർത്ഥം വിശ്വാസം വളരുന്നതാണ്. That means faith grows. രക്ഷിക്കപ്പെട്ട പൊസിഷൻ തന്നെ ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ, If we are still in the same position when we ഞാൻ were പറഞ്ഞു first നിങ്ങളിലൂടെ saved, അത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ if no miracles are happening through എന്തോ you, കുഴപ്പമുണ്ട്. something is wrong. എന്തോ കുഴപ്പമുണ്ട്. There's something wrong if നിങ്ങളിലൂടെ ഒരു miracles are. പ്രവൃത്തിയും നടക്കുന്നില്ലെങ്കിൽ If nothing is happening through എന്തോ us, കുഴപ്പമുണ്ട്. there's something wrong with ഞാൻ us. പറഞ്ഞ ലിൻഡി സിസ്റ്ററുടെ വീട്ടിലോട്ട് ചെന്നു. Suppose a pastor comes to my house ഞാൻ കിച്ചണിൽ പോയി നോക്കി, and he looks in the kitchen. ഒരു സാധനം അവിടെ ഇല്ല. If there's nothing there, അവിടെ അരിയില്ല, പച്ചക്കറിയില്ല, ഒന്നുമില്ല. if there's no vegetable, no rice, അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? I'll ask, what happened, Lenny sister? അതെന്നെ കടയിൽ പോയില്ലേ? Did you not go to the shops? കടയിൽ പോണ എന്ത് വേണം? To go to the shop, what do you need? പൈസ ഉണ്ടെങ്കിലേ ഷോപ്പിൽ പോകാൻ പറ്റത്തുള്ളൂ. We can go to the shops only if we have ഷോപ്പിൽ money. പോയെങ്കിലേ പലതും വാങ്ങാൻ പറ്റത്തുള്ളൂ. If we go to the shops only, then we can buy. ഒന്നും വാങ്ങിയില്ലെങ്കിൽ കാണാനും പറ്റത്തില്ല. And if you don't buy anything, you can't see anything. ലൈഫിൽ എന്തെങ്കിലും കാണണമെങ്കിൽ, So if you need to see something in your life, എന്തെങ്കിലും എടുക്കണം. you need to pick something up. എന്തെങ്കിലും എടുക്കണമെങ്കിൽ And if you need to pick something up, വിശ്വാസത്താൽ വചനം പറയുന്നു the word says അവർ by രാജ്യങ്ങളെ faith, അടക്കി. that they conquered nations. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. By faith they took over തീയുടെ nations. ബലത്തെ കെടുത്തി. And they put to quench the fire. വായ്ത്തലയ്ക്ക് തെറ്റി. And the sword they escaped. അടുത്ത വാക്യത്തിൽ പറഞ്ഞു വിശ്വാസത്താൽ And by faith മരിച്ചവരെ they raised. ഉയർപ്പിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. And they raised the dead back to life. വിശ്വാസം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. So if you have faith, you can see that. അപ്പൊ അദൃശ്യ ലോകത്തിൽ നിന്നും ഇൻവിസിബിൾ വേൾഡിലേക്ക് So from the visible world to the invisible നമുക്ക് world, ലഭിക്കുന്ന ആക്സസ് ആണ് ഫെയ്ത്ത്. we can access the invisible world through our ഈ faith. വിശ്വാസം ഉണ്ടെങ്കിൽ And if we have this faith, കാണാത്ത കാര്യങ്ങളെ what is unseen, ഇവിടെ കൊണ്ടുവരാൻ പറ്റും. we can bring it. ഇപ്പൊ യേശുക്രിസ്തു ഇവിടുന്ന് പ്രസംഗിക്കാന്ന് വിചാരിച്ചു. Suppose Jesus Christ is preaching here. അയാൾ ഇഷ്ടപ്പെട്ടില്ല. Suppose he didn't like this water. കർത്താവ് എനിക്ക് വീഞ്ഞ് വേണം. He says, I want wine. വീഞ്ഞ് കിട്ടണമെങ്കിൽ ടെസ്കോയിൽ പോകണം അല്ലേ? And Benny brother will say, I need to go to Tesco for കർത്താവ് that. എനിക്ക് ഇപ്പൊ വീഞ്ഞ് വേണം. And now Jesus says, I need wine now. നമ്മൾ പറയും കടയിൽ പോയി കർത്താവ് വീഞ്ഞ് കിട്ടിയാ കിട്ടി അല്ലേ? I'll say, if I go to the shop and it's open, I'll buy it for you. കർത്താവ് പറയും വളരെ സിമ്പിൾ അല്ലേ? And Jesus says it's very ഈ simple. വെള്ളത്തോട് കൽപ്പിച്ചാ പോരെ? He just needs to command to the ഇവിടെ water. വെള്ളമാണുള്ളത്, If this is water, വീഞ്ഞാണ് ഇല്ലാത്തത്. wine is not there. വിശ്വാസം എന്നതോ Faith is the substance, ആശിക്കുന്നതിന് ഉറപ്പും the confidence of what we hope കാണാത്ത for, കാര്യങ്ങളുടെ നിശ്ചയമല്ലേ? and substance of what we do not see. വിളിച്ചു വരുത്താൻ വേണ്ടി പോകുക We യേശു are പറയും. going to call the wine യേശു here. പറയും ഇത് വീഞ്ഞാകട്ടെ എന്ന് പറയും. കണ്ടോ? And Jesus will say, let this water be wine. ഇത്രയേ ഉള്ളൂ. That's all. വിശ്വാസം ഉണ്ടെങ്കിൽ If we have faith, ദൈവരാജ്യത്തിൽ നിന്നും from the kingdom of God, പർച്ചേസ് ചെയ്യുവാൻ പറ്റും. കണ്ടോ? we can buy things from the kingdom of താഴേക്ക് God. വായിച്ചു. ലൂക്കോസ് താഴോട്ട് വായിച്ചു. യേശുവിന്റെ മറുപടികളൊക്കെ നമുക്ക് ലൂക്കോസ് 4 വായിച്ചു. If you have faith as small as a mustard seed, you can say to this mulberry tree, be uprooted and planted in the sea, and it will obey you. ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. Disciples didn't understand ചോദിച്ചത് anything. എന്തുവാ? ഇൻക്രീസ് അവർ ഫെയ്ത്ത്. They couldn't understand anything. യേശുവിന്റെ മറുപടി എന്തുവാ? തരി വിശ്വാസം ഉണ്ടെങ്കിൽ. And they said, increase our faith. And Jesus ഈ മരം said, മാറാൻ പോവാ. He said, if you have small faith, this tree will be uprooted. താഴേക്ക് യേശുക്രിസ്തു പറയുവാണ്. And when you come, അതിന്റെ താഴോട്ട് വായിച്ചു. suppose one of you has a servant plowing or looking after the sheep. Will he say to the servant when he comes in from the field, on his way to Jerusalem? I don't know. 17 verse 11. Okay. Oh. ആ ആ ആ ആ ആ മതി നിങ്ങൾ കേട്ടോണം. അപ്പം കർത്താവ് യെരൂശലേമിലും ശമര്യയ്ക്ക് ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തപ്പം, So Jesus was traveling between Samaria and Galilee. 10 കുഷ്ഠരോഗികൾ ഓടി വരുവാ. 10 lepers come to him. എന്റെ ദൈവമേ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അടുത്തേക്ക് രോഗികൾ വരും കേട്ടോ. In these days, ആമേൻ പറഞ്ഞത് sick ഏറ്റെടുത്ത്, people ആമേൻ പറഞ്ഞ് സ്വീകരിച്ച്. amen. Sick people are going to come to us. നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പോകും. They are going to be attracted to you. നമ്മളിപ്പോ നേരെ തിരിച്ചാ. We are straight opposite now. ഞങ്ങൾ പണ്ട് ഒരു കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റിന് പോയപ്പോൾ We went to a hospital in Kanjirapalli. ഞങ്ങൾ ഒരു ബ്രദറിനെ കാണാൻ വേണ്ടി പോയതാണ്. We had gone there to see a brother. കുറച്ച് സഹോദരന്മാരുണ്ട്. I was with some other brothers. അപ്പൊ എന്റെ കൂടെ ഉള്ള ബ്രദറാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. So the brother with me was going to pray. അത് മരത്തെ കയറുന്ന സമയത്ത് താഴേക്ക് വീണതാ.
He was climbing up a tree and he had fallen down from ഇദ്ദേഹത്തിന്റെ there. കഴുത്തിന്റെ താഴേക്ക് ഫുള്ള് ഫ്രാക്ചർ ആയിപ്പോയി. He was fractured below his neck. കംപ്ലീറ്റ് പാസ്റ്റർ ഇട്ടേക്കുക. He was completely in plaster. ഇദ്ദേഹത്തിന്റെ കണ്ണുനീര് മാത്രമേ വരത്തുള്ളൂ. He had only tears in his eyes. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. And so we went to pray for him. അപ്പൊ എന്റെ കൂടെയുള്ള ബ്രദർ എല്ലാ ഹോസ്പിറ്റലിൽ നിറച്ചു ആളാണ്. There were a lot of people in the ഞങ്ങളൊരു hospital. 5-8 ബ്രദർമാരെല്ലാം ഉണ്ട് കൂടെ. We were 5 to 8 brothers. അപ്പൊ ഈ ബ്രദർ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. And one of my brothers placed hands on him and started യേശുവിന്റെ praying. നാമത്തിൽ In Jesus' name, അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞു. let there be miraculous healing. എന്നിട്ട് ഈ ബ്രദർ പറയുവാണ്, And this brother says, പ്ലാസ്റ്ററിൽ അഴിക്കാൻ പറഞ്ഞു. he പ്ലാസ്റ്ററിൽ അഴിക്കാൻ പറഞ്ഞു. this brother says, remove all my plaster. ആലോചിച്ച് നോക്കി, Can you imagine? പ്ലാസ്റ്റർ മൊത്തം അഴിക്കാൻ പറയാ. He's saying, take off the plaster from my അവിടെ body. രോഗികളും ആളുകളും എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, നോക്കാൻ തുടങ്ങി. So all the people around us, the sick people and the people started looking at അപ്പൊ us. ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ വിറയ്ക്കും എങ്ങനെയുണ്ട്. His wife started shivering. കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ബോഡി കിടക്കുന്നു, ഈ ബോഡിയുടെ അകത്ത് മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടേക്കുവാണ്, അദ്ദേഹത്തിന് കണ്ണുനീര് മാത്രമേ വരുന്നുള്ളൂ. ഉടനെ ഈ ബ്രദർ പറയാം, അഴിക്കാൻ പറയും മൊത്തം. Can you imagine? This body is lying there, he cannot move, he has plaster all over, only tears. വേറെ രോഗിയുടെ കൂടെ നിന്ന ഒരു വ്യക്തി ബൈസ്റ്റാൻഡർ പോയി So there was another bystander next to നേഴ്സിനോട് another. പറഞ്ഞു, The bystander ആ went and ബ്രദർ told the പറഞ്ഞു nurse. പ്ലാസ്റ്റർ അഴിക്കാൻ. That brother is asking us to remove the plaster. വിശ്വാസി വിറയ്ക്കും അതുകൊണ്ട്. And the believers are like they're ആ shivering. വിശ്വാസി പോയിട്ട് പറയാം, ആ ബ്രദർ പറയുന്നു അഴിക്കാൻ. The bystander, the unbeliever is going and telling the nurse to നേഴ്സ് remove ഓടി the വന്ന് പേടിച്ച് വിറച്ച്. The nurse became scared and എന്നാന്ന് ചോദിച്ചു. she came and said, what's happening ഡോക്ടർ here? വരാൻ ഞാൻ കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. She said, I cannot remove this without the doctor coming. അപ്പൊ ആലോചിച്ച് ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഈ Can you- ബ്രദർ പറയാ, നേഴ്സുമാരെല്ലാം കൂടി. Can you imagine this brother is going to a hospital, all the nurses surrounded അപ്പൊ him. നേഴ്സ് പറഞ്ഞു, The nurse said, നിങ്ങൾക്ക് ഫുൾ ഓൺ റിസ്കിലാണെങ്കിൽ ഞങ്ങൾ അഴിക്കാം. it is at your own risk, I will take off the plaster. വിശ്വാസിയായ ഭാര്യ പറഞ്ഞു, The believer wife said, എനിക്ക് പേടിയാണ്. I am scared. കണ്ടോ? അപ്പൊ ഞാൻ നോക്കുമ്പം അപ്പുറത്ത് കടന്ന ഒരു അവിശ്വാസി, I saw an unbeliever there. അദ്ദേഹം മദ്യപാനിയായിട്ട് എന്തോ മദ്യപിച്ച് അദ്ദേഹത്തിന്റെ കരളെല്ലാം പോയ ഒരാളാ. All his liver had been damaged because ആ he was പുള്ളിയുടെ കൈ alcoholic. കൊണ്ട് വിളിച്ച് കാറുക. He is calling me. ആ മനുഷ്യന്റെ തല ചലിക്കാൻ തുടങ്ങുന്നുണ്ട്. He is saying from there, oh look, that man's head is moving. ചലിക്കാത്തയാള് ചലിക്കാൻ തുടങ്ങി. The man who could not move at all, it was moving. അയാൾ ഇവിടെ നിന്നോട് യേശുവേ എന്ന് വിളിക്കുക. That alcoholic man is saying, Jesus, Jesus. കണ്ടോ? Can you ഇപ്പോഴും see? അവർക്ക് റിസ്ക് ആണ്, അഴിക്കാൻ പേടിയാ. But the believer wife, they were scared to take the അപ്പൊ ഞാൻ plaster. ചോദിച്ചു, ബ്രദറെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം? And I asked this brother, why did you ask for the plaster to be ധൈര്യം removed? എങ്ങനെ കിട്ടിയത് അഴിക്കാൻ How പറയാൻ? did you get this confidence to take it അദ്ദേഹം off? പറഞ്ഞു, ബ്രദർ എനിക്ക് ആ സമയത്ത് ഭയങ്കര ഒരു ഉറപ്പ് കയറി വന്നു. Because he told me at that time, a എന്റെ great ഉള്ളിൽ നിന്നും confidence വിശ്വാസം പറയുന്നു, from inside me, the faith ഈ was വ്യക്തി telling me എണീക്കാൻ വേണ്ടി പോകുകയാണ്. that this patient was going to walk. ഇത് വെറുതെ പറയുമല്ല. I'm not just simply saying ചലിക്കാത്ത it. വെച്ച് ചലിക്കാൻ തുടങ്ങി A പ്ലാസ്റ്ററുമായിട്ട്. man who could not move was started ഈ moving. പ്ലാസ്റ്ററുമായിട്ട് ആ വ്യക്തി ചലിക്കാൻ തുടങ്ങി. Even with the plaster, he started ഈ വ്യക്തി moving. പറയും, ഇപ്പൊ അഴിച്ചാൽ ഇവൻ ചാടി എണീക്കും. And this brother is saying, if you remove the plaster, he will walk. വിശ്വാസിയായ ഭാര്യ പറഞ്ഞു, ഞാൻ അഴിക്കത്തില്ല, പേടിയാ. And the believer wife said, no, I'm scared. 1 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു. ബ്രദർ പറഞ്ഞു, ഇപ്പൊ അവൻ ചലിക്കും. For 1 hour, this brother kept കിടപ്പ് saying, രോഗി he's going to ചലിക്കാൻ move. തുടങ്ങി. This man who was completely ഇങ്ങനെ on കടന്ന bed ആളാ, was- ചലിക്കാതെ കടന്ന ആളാ. a man who could not ഈ move at വ്യക്തി all പയ്യെ was പയ്യെ moving. മൂവ് ചെയ്യാൻ തുടങ്ങി. He started moving slowly even എന്നിട്ടും with his അവൻ plaster. അഴിച്ചില്ല. Even then they didn't take off the plaster. അപ്പൊ നമ്മള് യേശുവിനെ അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, So that means even if we know Jesus is സ്നാനപ്പെട്ടിട്ടും കാര്യം എനിക്ക് അന്ന് മനസ്സിലായി, സ്നാനപ്പെട്ടിട്ടും കാര്യമില്ല. there's no use of being even baptized. ദൈവത്തിന്റെ വചനത്തിലെ വിശ്വാസമകത്ത് കത്തണമെങ്കിൽ, If the faith has to be ignited in ഇത് you, നിങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ if this faith is not working in you, ദൈവത്തിൽ നിന്നൊന്നും കാണാൻ കഴിയത്തില്ല. you will not be able to see anything from the ആ Lord. ബ്രദർ പറയാ, പ്ലാസ്റ്റർ അഴിച്ചാൽ, The brother kept on saying, if you remove this plaster, പ്ലാസ്റ്ററിലെ കേട്ടോ കമ്പി വരട്ടിട്ടുണ്ട് കാലിൽ. they had even put steel rod in his leg. ആ ചലിക്കാത്ത കാല് വരെ ചലിക്കാൻ തുടങ്ങി. The leg that could not move was starting to ഞാൻ move. ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈവ് മിറക്കിൾ കാണുന്നത്. In a hospital, first time I'm seeing a live അപ്പൊ ഈ miracle like ബ്രദർ പറഞ്ഞ that. വാക്കുണ്ട്, ബ്രദറെ ഇവിടെ കയറിയപ്പോൾ മുതൽ എന്റെ അകത്ത് ഭയങ്കര വിശ്വാസം And ഉണ്ടാകും. this brother who said this said, right from the time I entered the hospital, this faith was working in അപ്പൊ me. ഇദ്ദേഹം പറയും, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പുള്ളി പറയും, ഇവനെ എണീക്കാൻ വേണ്ടി പോവുക. And when he started praying for this brother, inside him the faith was saying, this man is going ഇതേപോലെ to walk. 10 കുഷ്ഠരോഗികൾ യേശുവിലേക്ക് വരുക. And similarly 10 lepers came to this അവര് to വരും, Jesus. യേശുവേ നാഥാന്ന് വിളിച്ചോണ്ട് വരുന്നത്. And they're saying, Lord Jesus, യേശു Master. ഹായ് കാണിച്ചു. And he said, hi. എന്നിട്ട് താഴ്ത്ത് വായിച്ചു. And when he saw them, he said, go show yourself to the priest. നിങ്ങൾ ആ വാക്കുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ പോയിട്ട് പുരോഹിതനെ
Can you see what Jesus says? He's saying, go and show yourself to the priest. നിലവിളിച്ച് വരുന്ന ഈ ആളുകളെ യേശു എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്ന പോലുമില്ല. These people are crying and saying, have pity on us, and Jesus isn't even praying for them. പുരോഹിതനെ അവർ കാണിക്കണമെങ്കിൽ കുഷ്ഠരോഗി പുരോഹിതനെ കാണിക്കാൻ രണ്ട് കാരണത്താലാണ്. The leper, if they have to show themselves to the priest, it's for two reasons. ഒന്ന്, കുഷ്ഠം ഉണ്ടോ എന്ന് കൺഫേം ചെയ്യേണ്ടത് പുരോഹിതനാണ്. കുഷ്ഠം ഉണ്ടോ എന്ന്. First thing is to confirm the person has leper, the priest should confirm എന്നാൽ it. പറഞ്ഞായിരുന്നു ഒരു കുഷ്ഠരോഗമുള്ള ഒരു വ്യക്തി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ If we have a person who's got യഹൂദന leprosy, നിയമപ്രകാരം according to the Jewish laws, പുരോഹിതൻ പറയും 7 ദിവസം പോയി പാളയത്തിന്റെ പുറത്തിരിക്കണം. the priest will say you have to be out of the town for 7 days. കുഷ്ഠം മാറിയെന്ന് പുരോഹിതൻ കൺഫേം ചെയ്താൽ And then the priest has to confirm that the leprosy has gone. തിരിച്ച് വീട്ടിൽ പോവാം. Then he can go back home. കുഷ്ഠം മാറിയില്ലെങ്കിൽ And if the leprosy hasn't അവിടെ gone, കടന്ന് മരിക്കണം. you have to stay out of the town. അപ്പൊ and യേശു die. പറയുക പോയി പുരോഹിതനെ കാണിക്കാൻ. And Jesus is saying, go and show to the priest. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം പുരോഹിതൻ അവരെ കല്ലെറിഞ്ഞു ഓടിക്കും. And we all know, they all knew that if they go to the priest will പക്ഷേ throw stones at യേശുവിന്റെ them. വാക്കിന്റെ അകത്ത് കേട്ടോണേ, But on the words of Jesus Christ, അവർ യേശു പറഞ്ഞു നിങ്ങൾ പോയി പുരോഹിതനെ. go show yourself to the priest. And as they went, they were cleansed. നോക്കിക്ക് അവർ പോകുന്ന വഴിയിൽ സൗഖ്യമായി. And as they went on the way to the priest, എന്റെ they were ചോദ്യം, cleansed. വന്നപ്പോ എന്നാ സൗഖ്യമാകാത്തത്? I'm asking, when they came, why were they not healed? യേശുവേ എന്ന് വിളിച്ചപ്പോ എന്നാ സൗഖ്യമാകാഞ്ഞത്? Why were they not healed when they said Jesus? യേശുവിന്റെ ഒരു വാക്ക് അവരകത്ത് ഒരു വിശ്വാസത്തെ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ? Word from Jesus created a faith in യേശു them. പറഞ്ഞു പോകുക. Jesus says, go ആ show വാക്ക് yourself. കേട്ടപ്പോ അവർക്കകത്ത് ഒരു സ്പാർക്ക് ഉണ്ടായി. When they heard the go from Jesus, there ഇവർ was സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന സമയത്ത് കണ്ടോ, When they took a step of ഇവർ faith, പോകയിൽ സൗഖ്യം വ്യാപരിക്കാൻ തുടങ്ങി. and as they went, they were cleansed. എന്റെ പ്രിയരേ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്ത് ഒരു വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നങ്ങനെ അറിയാൻ പറ്റും. Dear friends, how will you know whether you have faith or not? അറിയാൻ പറ്റുമോ? Can you know that? എന്തെങ്കിലും മെഷർ വല്ലതും ഉണ്ടോ? മെഷർമെന്റ് നമുക്ക് അറിയാൻ പറ്റുമോ? Do you have anything to measure your പറ്റും. faith? You യോശുവയുടെ can. പുസ്തകം Joshua, അതിന്റെ 1-ാം അധ്യായം 5-ാം വാക്യം. Joshua chapter 1, one, verse verse 5. 5. വായിച്ചു. No one will be able to stand against you all the days of your life. As I was with Moses, so I will be with you. I will never leave you nor forsake you. Be strong and courageous, because you will lead these people to inherit the land I swore to their ancestors to give them. കർത്താവ് പറയാണ്, Lord നിന്റെ is, ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും Lord is saying, no one will be able to stand against you all the days of your life. എന്നിട്ട് പറയാണ്, ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ And he's saying, as I was with Moses, ഞാൻ നിന്നെ കൈവിടത്തില്ല. I will never leave you nor forsake. കേൾക്കാൻ നല്ല രസമല്ലേ? It's very nice തമ്പുരാൻ to hear പറയാണ്, this. ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും. Lord is saying, I'll never leave you. Nobody will stand against you. നമുക്ക് കേൾക്കാൻ നല്ല സന്തോഷമല്ലേ? When we hear this, we are so happy. കാര്യം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല അല്ലേ? Because we don't have great problems പക്ഷെ right now. യോശുവ ഡോർ തുറന്നാൽ അമ്പും ബില്ലുമായിട്ട് ആൾക്കാർ വരും. But if Joshua opens the door of his tent, there are people outside him to ചുറ്റും kill him. യുദ്ധമാണ്. Around them, they're surrounded by war. അതായത് കണ്ണ് തെറ്റിയാൽ അമ്പ് വന്ന് കയറും. If they don't look carefully, the arrow will come and hit ഇങ്ങനെ them. നിൽക്കുന്ന യോശുവയുടെ തമ്പുരാൻ പറയാണ്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരാളും. Joshua is facing death every day, and Lord is saying nobody will be able to stand against you. 2-ാം ലോകമഹായുദ്ധം 1-ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് In the First and Second World Wars, പട്ടാളക്കാരോട് പറയുകയാണ്, to the armies, if ഒരു you കുഴപ്പം say, പറ്റത്തില്ല nothing will happen to എന്ന് you. പറഞ്ഞാൽ അവർ വിശ്വസിക്കുവോ? Will the army believe you? ഒരിക്കലും വിശ്വസിക്കത്തില്ല. They will never believe you. എന്ത് സംഭവിക്കാം? Because anything can happen ഒന്നെങ്കിൽ anytime. മരണം അല്ലെങ്കിൽ കയ്യോ കാലോ നഷ്ടപ്പെടാം. Either they'll lose their own life or their limbs. യോശുവയുടെ ലൈഫ് എന്ന് പറഞ്ഞ യുദ്ധക്കളവാണ്. And Joshua is in the midst of battles and പക്ഷേ war. കർത്താവ് പറയുന്നത്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരാളും നിനക്കെതിരെ നിൽക്കത്തില്ല. The Lord is saying no one will be able to stand against you all the days of your life. തമ്പുരാൻ പറയുന്നു, അടുത്ത വാക്യത്തിൽ പറഞ്ഞാൽ അതിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞു, ഉറപ്പും Dhairyam, be strong and courageous. ഉറപ്പും ധൈര്യവും നമുക്ക് ഉണ്ടാകണം അല്ലെ? We need to be strong and courageous. അതായത് ഡോർ തുറന്നാൽ യുദ്ധമാണ്. If we open the door, there's battle outside. അത് തുറന്നാൽ ഉറപ്പായിട്ടും അമ്പ് വന്ന് തറച്ചു കയറും. If you open, an arrow will come and hit you. പക്ഷെ അമ്പ് എന്നെ തൊടത്തില്ല എന്ന് ഉറപ്പ് വരണമെങ്കിൽ, But to have the confidence that the arrow will not touch me, മനുഷ്യന്റെ ബുദ്ധിക്ക് കഴിയത്തില്ല. our human intelligence cannot ഇത് understand that. ദൈവത്തിന്റെ ഉറപ്പകത്തോട്ട് കയറണം. God's confidence needs to come into us. വാക്കുകൊണ്ട് ഉറപ്പും ധൈര്യവും. Be strong and ഇത് courageous. തന്നെയല്ല വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ
ഉറപ്പ്. Isn't the faith the same thing? It's a confidence of things അപ്പൊ hoped. ഉറപ്പെന്ന വാക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ വിശ്വാസം അകത്ത് വന്നാൽ മതി. കണ്ടോ? So to have confidence, faith needs to come അപ്പൊ in. യോശുവയോട് തമ്പുരാൻ പറയുകയാണ്, ഞാൻ ഉറപ്പ് എന്നുള്ള വാക്കൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. I'm going to change the word നിനക്ക് confidence. വിശ്വാസം ഉണ്ടായാൽ മതി. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. You need to have faith. അപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും നമുക്ക് പല കാര്യത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഉറപ്പില്ല. We are praying for many things, but we don't have the confidence. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? You know what's the reason? നിങ്ങൾക്ക് The meaning? വിശ്വാസം ഇല്ലെന്നല്ല, It's not that you don't have faith. നിങ്ങളുടെ വിശ്വാസത്തിന് Your faith doesn't. നിങ്ങളുടെ വിഷയത്തെ It doesn't have the ability. ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. It doesn't have the ability to overcome your problem. യേശു പറയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന കുഷ്ഠരോഗിയോട് പറയാണ്, Jesus is telling the lepers who came to him, പോയി പുരോഹിതരെ കാണിക്കുക. go and show yourself to നമ്മളാണ് the എന്നെ Lord. പറഞ്ഞാനേ, Well, what would we have said? ഗ്ലൗസ് ഒക്കെ ഇട്ട് We would have put കുഷ്ഠരോഗിയെ gloves. പയ്യെ എന്ത് ചെയ്യും? We would തൊടത്തില്ല, എന്നാലും ഒരു 10 മിനിറ്റ് മാറി നിന്ന് we would not actually touch യേശുവിനത് him. ഞാൻ കൽപ്പിക്കുന്നു. We would go we won't touch him. We'll say in Jesus' name may you be healed. ഇനി സൗഖ്യമായില്ലെങ്കിൽ ഉടനെ പറയും, And if the person is not കർത്താവേ, healed, കൃപ വെളിപ്പെടണം, we'll say, Lord, let your grace be കരുണ here. വെളിപ്പെടണം, Lord, let your mercy be upon അത്ഭുതം this man. ചെയ്യണം. Oh Lord, please do miracles. യേശു പറയ പൊക്കോ. Jesus is saying, go. പ്രാർത്ഥിക്കുന്നില്ല, He's not even praying for them. അവരോട് ബലപ്പെടുത്തുന്നില്ല. He's not strengthening them. പോക എന്ന് പറഞ്ഞ വാക്കിൽ He is just commanding them to വഴി go. മധ്യേ സൗഖ്യം വ്യാപരിച്ചു. And while they were going, they were ഇവിടെ healed. പൗലോസ് കാല് ഒന്ന് എണീക്കാന്ന് പറഞ്ഞപ്പോൾ And we saw earlier Paul is saying, stand up on your feet. കാടി എണീറ്റു. The man jumped up and walked. ഒരു ഹല്ലേലൂയ പറഞ്ഞു. Can we say hallelujah? അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഫെയ്ത്ത് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഫെയ്ത്തും അവർ നിൽക്കുന്ന ഫെയ്ത്തും തമ്മിൽ വ്യത്യാസമുണ്ടോ? Can you see the difference in the faith that we are standing on and the faith they are on? എന്തുകൊണ്ടാണ് നമ്മൾ ഭയങ്കര പ്രാർത്ഥനയും അവർ ജസ്റ്റ് പറയുകയും ചെയ്യുന്നത്? Why we are praying and they are just commanding. ശിഷ്യന്മാർക്ക് മനസ്സിലായി, Disciples understood ഇൻക്രീസ് അവർ ഫെയ്ത്ത്. കണ്ടോ? their faith needs to increase. യേശു തിരിച്ച് ഇൻക്രീസ് ചെയ്യുന്നില്ല, Jesus is not increasing their പകരം faith, തിരിച്ചൊരു മറുപടി പറയാണ്. but he's giving them an ചെറിയ answer. കടുകുമണിയോളമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ If you have faith as small as a mustard seed, this mountain will അപ്പൊ move. നമ്മളാണ് കർത്താവ്, ഈ കടുകുമണി എങ്ങനെ ഉണ്ടാകുന്നത് വിശ്വാസം? Then we'll ask, how will we have faith as small as a mustard seed? ഇവര് ചോദിച്ചില്ല യേശുവിനോട്. They didn't ask. ചോദിച്ചിരുന്നില്ല, അവിടെ തന്നെ ഉത്തരവായനെ. If they had asked, Jesus would have given പൗലോസ് them അത് the answer. ഫില്ല് ചെയ്തു. But Paul answers വിശ്വാസം that. കേൾവിയാലും ശാന്തല. Faith comes by hearing and hearing the word of കേട്ട God. കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. And coming, hearing the word of അത് God. കർത്താവിന്റെ വചനം കേൾക്കുന്ന സമയത്ത് When we hear the word of the Lord, മരിച്ചതിനെ ഉയർപ്പിക്കുന്ന വിശ്വാസം അകത്തോട്ട് കേറിയ the faith that will raise the dead will come inside of ഈ you. ദൈവത്തിന്റെ വചനം അകത്തോട്ട് കേറുമ്പോ When the word goes inside of you, ഞാൻ ആ ദൈവപ്രവൃത്തി കാണാൻ വേണ്ടി പോകുകയാ. I am going to see the hand of the അകത്തൊരു Lord. ധൈര്യം ഉണ്ടാകിയ, A confidence will come to you. അകത്തൊരു ഉറപ്പുണ്ടാകിയ. A confidence will come to you. ഉറപ്പ് വരുമ്പോ ഉറപ്പിച്ചോണം വിശ്വാസം ഇൻക്രീസ് ആയി. So when confidence comes, and understand this, that your faith has പക്ഷെ നമുക്ക് ആ increased. കോൺഫിഡൻസിലോട്ട് വരുന്നില്ല. But we are not coming to that അതിന്റെ അർത്ഥം confidence. എന്നാണെന്നറിയാവോ? You know what that means? 4 കോടി രൂപ വീട് എടുക്കുന്ന ആഗ്രഹമുണ്ട്, We desire to buy a house for 4 പക്ഷെ crores, പറ്റുന്നില്ല. കാരണം എന്നാ ശിവാസ്ട്രേ? but we are not able to. What's the reason? വിശ്വാസമല്ല, കാശില്ല. എന്നിട്ടല്ലേ? വിശ്വാസം ഉണ്ടോ നമുക്ക് കിട്ടും? ഇല്ല. Because we don't have the faith. നമുക്ക് We don't have വിശ്വാസം the വേണം, money. പൈസയും വേണം, അല്ലേ? We need faith and money. ആമേ. അപ്പൊ ആഗ്രഹമുണ്ട്, We have the desire, പൈസയില്ല. but you don't have the money. കണ്ടോ? ഇതേപോലെ തന്നെ Just like that, നമ്മുടെ അകത്ത് ഫെയ്ത്ത് ഉണ്ട്, we have faith, പക്ഷെ വലിയ കാര്യങ്ങളെ എടുക്കാൻ പറ്റുന്നില്ല. but we are not able to lift ഞാൻ വീണ്ടും big പറഞ്ഞു, things. അതിനെ പർച്ചേസ് ചെയ്യുവാനുള്ള We don't have the capacity to ഫെയ്ത്ത് എന്ന purchase. കറൻസി കുറവാണ്. കണ്ടോ? The currency of faith, we don't have enough ഈ currency to buy കറൻസി it. കൂട്ടാൻ എന്നാ ചെയ്യേണ്ടത്? So what should we do to increase this currency? ജോലി ചെയ്താൽ മതി, Just work, ബിസിനസ് ചെയ്താൽ മതി. do business. കണ്ടോ? നിങ്ങൾക്ക് കറൻസി കൂടിട്ട് എന്ത് ചെയ്യണ മതി? To get more money, just ഇന്ന് keep working. ചെയ്യുന്ന ജോലി കുറച്ചും കൂടെ കൂടുതൽ ജോലി ചെയ്താൽ എന്ത് കിട്ടും? How much you are working today, just increase കുറച്ചും കൂടെ work. ബിസിനസ് കൂടുതൽ ചെയ്താൽ എന്ത് ചെയ്യും? കൂടുതൽ മണി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. If you increase our business, you ഇപ്പൊ can earn ഫെയ്ത്ത് more. ഇൻക്രീസ് ചെയ്യണമെങ്കിലോ So if your faith needs to increase, വചനം കൂടുതൽ കേൾക്കണം. ഒരു കാര്യം you need to hear more word. വചനം കൂടുതൽ കേട്ടാ ഉടനെ വിശ്വാസം ഉണ്ടാവുമോ? So if you just hear the word, will your faith increase? അതുകൊണ്ടാണ് യോശുവോട് പറഞ്ഞത് വചനം കേട്ടാൽ മാത്രം പോരാ, So that's why Joshua രാവും was പകലും മെഡിറ്റേറ്റ് ചെയ്യണം. Lord told, no, it's not just enough to hear, meditate on മെഡിറ്റേഷൻ it. എന്ന് പറയുന്നത് So മെഡിറ്റേഷൻ. what is this meditation? എന്താ മെഡിറ്റേഷൻ?
What is this ദൈവത്തിന്റെ meditation? ക്വാളിറ്റിയെ പറ്റി ബൈബിൾ പറയുന്നു. ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ What the Bible says about the Lord, ദൈവത്തിന് മരിച്ചതിനെ ഉയർപ്പിക്കാൻ പറ്റും. He can raise the dead. ഇല്ലാത്തതിനെ He can bring into being. ഇപ്പൊ പിതാവായ ദൈവം ഇവിടെ വന്നെന്നിരിക്കട്ടെ. Suppose Father God comes here പിതാവ് ഇരിക്കുമെന്ന് വിചാരിച്ചു. and He's sitting here, പിതാവിന് ആഗ്രഹം നമ്മുടെ അടുത്ത് വന്ന് ആഹാരം കഴിക്കാൻ. and a Father wants to come and have food with us. ഓടുവല്ലേ ഇവിടെ അടുത്ത് ഏതാ കടയുള്ളത്? We will run around to see which shop is open. ഇവിടെ വന്നിരിക്കുവാ. Because Father God is near us. പിതാവ് പറഞ്ഞു അവിടെ ഇരിക്ക്. Father is saying, sit there. നമ്മൾ പറയും പിന്നില്ല പിതാവ് എന്തെങ്കിലും അങ്ങേക്ക് വേണ്ടി നമുക്ക് ചെയ്യണം. We say, no, Father, we want to give you something. പിതാവായ ദൈവമാണ്. In front of us, Father God is sitting. അവരെ രണ്ട് കൈ ഇങ്ങനെ ആട്ടും. Father God will say, he'll just wave his hand. Everything will come there. ദൈവം ഇല്ലാത്തതിനെ Because He brings into being what is not. ഇതാണ് ദൈവം. This is God. ഇത് നിങ്ങളുടെ അകത്തുണ്ട്. We have this faith in us. ഇല്ലാത്തതിനെ വിളിച്ചു വരുന്ന അഭിഷേകം നിങ്ങളുടെ അകത്ത് We വ്യാപരിക്കുന്നുണ്ട്. have the anointing that ഇതിന് brings. ദൈവം യൂസ് ചെയ്യുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്ന And ആയുധം. using this is faith. Without faith it is impossible to please God എന്ന് പറഞ്ഞാൽ Without faith, it is impossible to please വിശ്വാസം എന്ന് God. പറഞ്ഞ ഇല്ലാത്തതിനെ കൊണ്ടുവരാൻ പറ്റും ഇവിടെ. Faith can bring into being what is not there. ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ A man who was lame from birth, കാലിങ്ങനെ എന്തിരിയോ വളഞ്ഞ് his leg was bent. കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു സാക്ഷി നിങ്ങൾ യൂട്യൂബിൽ സൂമിൽ കേട്ടായിരിക്കും. ഒരു പുള്ളിക്കാരി എറണാകുളത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞാണ് സഹോദരി. We heard the testimony of a lady in തൃശ്ശൂരുള്ള സഹോദരി. Johnson. She's from Thrissur. 25 വർഷമായിട്ട് പുള്ളിക്കാരുടെ സിസ്റ്ററുടെ കാലിങ്ങനെ വളഞ്ഞിരിക്കുക. For 25 years, her leg was bent. 25 വർഷമായിട്ട് കാലിങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു കാലം. Her leg was bent for 25 ദിവസവും വചനം years. കേൾക്കും. Every day she would എല്ലാ hear the ദിവസവും word. വചനം പറയും. Every day she would ഞാൻ speak the നടക്കും word. ഞാൻ നടക്കും That I'll walk, I'll walk, I'll walk. കഴിഞ്ഞ ഒരു സാക്ഷ്യം പറഞ്ഞു. And the last day she said a എറണാകുളത്ത് നേരിട്ടും testimony. വന്ന് സാക്ഷ്യം പറഞ്ഞു. She also came to ഒരു Ernakulam to ദിവസം say the പ്രാർത്ഥിച്ചു സൂമിൽ testimony. കേട്ടോണ്ടിരിക്കുക വചനം. One day she was hearing the message on ഒരു Zoom. സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. And she said, I want to say a testimony. 25 വർഷമായിട്ട് കാല് വളഞ്ഞിരുന്നതാ. For 25 years my leg was bent. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ നേരെ And ആയിരിക്കുന്നു. when I see ജീസസ് now my ക്രൈസ്റ്റ്. leg is straight. ഞാൻ പറഞ്ഞു സിസ്റ്റർ നേരിട്ട് വന്ന് പറയാൻ പറ്റുമോ? And I asked the sister, can you come and... സ്റ്റേഷൻ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വന്ന് കാണിച്ചു കൊടുത്തു. കാല് നേരെ നടക്കാൻ പറ്റാത്ത ആളായിരുന്നു. And she came to prayer station in Ernakulam from Thrissur and showed her leg. അപ്പൊ ഒരു വളഞ്ഞ ഒരു അസ്ഥിയാ അല്ലെ? Imagine her bone is bent. ഇത് നേരെ ആകണത് എന്ത് വേണം? So for this bone to straighten, നേരെയുള്ള ഒരു അസ്ഥി വേണം. we need a straight. For the leg to straighten, we need a straight bone. വളഞ്ഞിരിക്കുന്ന ഒരു അസ്ഥി നേരെ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് നേരെയാക്കിയ ഒടിഞ്ഞു പോകുന്നത് അല്ലെ? പിടിച്ച് ബലം പിടിച്ച. If you try to straighten a bone, it will break. ഒരു സർജറിക്കും ബോൺ നേരെയാക്കാൻ പറ്റത്തില്ല. No surgery can straighten a bone. നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന് But the Lord whom we call, നിർമ്മിക്കാൻ കഴിയുന്ന ദൈവമാണ്. He can create. Hallelujah. ഇല്ലാത്തതിനെ വിളിക്കാൻ പറ്റുന്ന ദൈവമാണ്. He can create what is not being as അപ്പൊ seen. ദൈവത്തിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ So the possibility of the Lord, ഇല്ലെങ്കിൽ ഇല്ലാത്തതിനെ കൊണ്ടുവരാൻ പറ്റും. if there is something it doesn't exist, He can bring into ഇതിൽ existence. നിങ്ങൾക്ക് ആവശ്യമായത് ഫെയ്ത്ത് ആണ്. Today what we need is faith. വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം പുറകെ വരും. If you have faith, everything will come out. നമ്മൾ രണ്ട് വിശ്വാസമുണ്ട്. Second, faith. ഒന്ന് സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്. There are two faith. One is the spirit രണ്ട് of faith. വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന And വിശ്വാസം. second, when you hear the word of God, faith comes to you. നോക്കിക്കേ, ഇത് രണ്ടും നമ്മുടെ അകത്തുണ്ട്. And we have both of these പിന്നെ things. എന്തിനാണ് ഈ വചനം എക്സ്ട്രാ കേൾക്കുന്നത്? Then why are we listening to extra വചനം word? കേൾക്കുന്തോറും വിശ്വാസം ഇൻക്രീസ് ആകാൻ തുടങ്ങും. And as we hear the word, the faith ഈ increases in സഹോദരൻ you. നിരന്തരം വചനം കേട്ടോണ്ടിരുന്നു. The sister kept on hearing the ഞാൻ word. പറഞ്ഞു നിങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ സംസാരിക്കാവുള്ളൂ. When I said, I told her, when you speak, only speak words of faith. മുടന്തിനടുക്ക പോയിട്ട് ആപ്പിൾ മേടിച്ചു കൊടുക്കരുത്. When you see a lame person, don't show him ഇയാൾക്ക് apple. നടക്കാൻ പറ്റിയത് എന്ത് രസമായിരുന്നു അല്ലേ? Don't just keep saying, oh, if you could walk. നിരന്തരം it would be പറഞ്ഞുകൊണ്ടിരിക്കുക. good. Keep saying. മുടന്താ നീ തുള്ളാൻ പോകുക. Lame, you're going to നീ jump. കേൾക്കാൻ പോകുക. Deaf, you're going ഊമ to നീ hear. സംസാരിക്കാൻ പോകുക. Mute, you're going to മരിച്ചത് നീ speak. ഉയർക്കാൻ പോകുക. Dead, you're going to നിരന്തരം rise up. നിരന്തരം നിരന്തരം Every day. നിരന്തരം Continuously speak the positive things. കണ്ടോ? ഇനി എന്താണ് ഈ മെഡിറ്റേഷൻ എന്നുള്ളത്? What is meditation? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വചനം പറയുന്നത് എങ്ങനെയാ? How do we normally say the മരിച്ചത് word? ഉയർപ്പിക്കുക ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും ചെയ്യുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നല്ലേ? You always say, oh Lord, I believe in the Lord who raises the dead and brings into being what doesn't exist. ഞങ്ങൾ വെയിൽസിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ We had gone to Wales ഞാൻ ഇങ്ങനെ last എന്നോട് week. ചോദിക്കുമായിരുന്നു ഈ പശു ആടും ഒക്കെ വീട്ടിൽ പോകാറില്ലേ? I asked Benny brother, don't this cattle, the sheep go 8 home? മണി ആയപ്പോഴും അതിങ്ങനെ മലമുകളിൽ നടന്നുകൊണ്ടിരിക്കുക. Even at 8 o'clock, they're still walking on the hillside. അപ്പൊ ഇതിന് കൂട്ടി പോകണ്ടേ? Are they not going back to ചില their ആളുകൾ pen? കിടക്കുക ഇങ്ങനെ Some sheep just lying on the ground ഇങ്ങനെ പളുക്കം ചവയ്ക്കുന്ന പോലെ and ചവച്ചുകൊണ്ടിരിക്കുക. they are chewing the cud. കണ്ടോ? അതിങ്ങനെ ചവച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ അയവിറക്കി പയ്യെ ഇരിക്കുക. And they are still chewing what they had eaten in the morning. ഇത് തന്നെയാണ് മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. This is meditation. നമ്മൾ വചനം പറയുമ്പോൾ When we speak the word, വചനം പറയുന്നത് we hold a glass of water and speak. വചനം പറഞ്ഞു ഇല്ലാത്തതിന് ദൈവം ഉള്ളതുപോലെ
Word says, word brings. വാ കൊണ്ട് പറയുമ്പോൾ When we speak the word, കണ്ണുകൊണ്ട് കാണുന്നത് വെള്ളവാ, we see with our eyes water, ആത്മീയ കണ്ണുകൊണ്ട് വീഞ്ഞ് കാണണം. but with the spiritual eyes ആ see വീഞ്ഞ് wine. കണ്ടുകൊണ്ട് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം എന്റെ ദൈവം. If you see wine with your spiritual eyes and call into being what doesn't exist, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരാളും നിനക്കെതിരെ നിൽക്കത്തില്ല എന്ന് all your life nobody is going to stand against ജോഷുവ you. കണ്ണടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ When Joshua is closing his മിദ്യാൻ eyes, സൈന്യം ഡോറെ മുട്ടിക്കൊണ്ടിരിക്കുക, Midianites, the armies are around him. മല്ലന്മാർ റെഡിയായിട്ട് നിൽക്കുക. The Amalekites are പക്ഷെ standing ജോഷുവ there. കണ്ണടച്ചുകൊണ്ട് പറയുക, But Joshua is closing എന്റെ his eyes. ജീവകാലത്ത് No one ഒരിക്കലും no one is ever going to എനിക്കെതിരെ stand against. നിൽക്കത്തില്ല. No one is going to എന്നിട്ട് stand ഇദ്ദേഹം against me. കാണുവാണ്, And he's seeing, വാളുകൊണ്ട് വെട്ടാൻ വരുന്നവന്റെ വായിന്റെ വാത്ര തെറ്റിപ്പോവും. and he's seeing people are coming to cut him with a sword. നേരെ They're വരുന്ന missing അമ്പ് him. തെറ്റി മാറിപ്പോവും. The arrow is missing him. ഓരോ രാജ്യങ്ങളെ പിടിക്കുന്നത് കണ്ടോണ്ടാ And പറയുന്നത്. he's seeing with eyes of എന്റെ faith, ജീവകാലത്ത് conquering every ഒരിക്കലും nation. ഒരിക്കലും ഒരിക്കലും No one is ഒരാളും going to എനിക്കെതിരെ stand നിൽക്കത്തില്ല. against me all ഇത് the കാണുക years of കാണുക my life. കാണുക We see കാണുക with കാണുക. eyes of faith. ഇതാണ് മെഡിറ്റേറ്റ് This ചെയ്യുക. is meditating, ഇങ്ങനെ seeing with ചെയ്താൽ eyes. If you ഇൻക്രീസ് ആയി വരും. കണ്ടോ? and if you meditate the word of God like that, your faith will increase. ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് And because we don't do this, ഫെയ്ത്ത് കൈയും കെട്ടിയിരിക്കുക. faith is sitting Faith-ന് hands പൊങ്ങാൻ tied. പറ്റുന്നില്ല. Faith cannot അന്ന് increase. കിട്ടിയ വിശ്വാസം അത് രക്ഷിക്കപ്പെട്ടപ്പോ ആ എരിവില്ലേ, We got a little bit of faith when ആ we എരിവിൽ go ഇപ്പൊ up. തന്നെ ഇരിക്കുക. We are still in that അവിടെ നിന്ന് level. എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. We are not able to move അന്ന് എങ്ങനെയാ forward. പ്രാർത്ഥിച്ചത്? What did we pray that കർത്താവേ day? എന്നെ Lord, സഹായിക്കണം. help me, 10 Lord. വർഷം കഴിഞ്ഞപ്പോ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? Even 10 years later, സെയിം പ്രയർ. you're praying the same പൗലോസ് prayer. ലീഹായോ How is Paul വന്നപ്പോ praying? പറയാ, When he ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനാ നിങ്ങളുടെ ഇടയിൽ ഇരിക്കും ഇങ്ങനെ കൈ കെട്ടി. He is saying, I do not wish to know anything other than crucified പത്രോസ് Christ. പ്രസംഗിക്കും കൈ അടിക്കും. When Peter is praying, ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുക. he's sitting there without ഇന്ന് knowing ആരാ anything. പൗലോസ് ലീഹ? Today, you know who? മുടന്തനെ Paul is. കണ്ടാൽ അവിടെ ഇരുത്തത്തില്ല. ശാബരിയ. If he sees the മുടന്തനെ lame, കണ്ടാൽ അവിടെ ഇരുത്തത്തില്ല if he പൗലോസ്. sees the lame person, he won't ചാടി let him ചാടി sit ചാടി ചാടി there. ചാടി He'll say, പറഞ്ഞിട്ട് jump, jump, jump. എണീപ്പിച്ചോണ്ടിരിക്കുക. He will keep making him get up. ഒരു ഹാലുലി പറഞ്ഞ Hallelujah. നമ്മളാണ് നേരെ തിരിച്ചല്ല ഒരു വീൽ ചെയർ സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. നമ്മള് ഷമനറി We sponsor wheelchairs. ഞാൻ സഭയിൽ ഒരു പരസ്യം കണ്ടപ്പോൾ കാര്യം കൊടുത്തേക്കുക, വീൽ ചെയർ എന്ത് ചെയ്യാൻ പോലും എല്ലാരും പ്രാർത്ഥിക്കണം, നമ്മളൊരു വീൽ ചെയർ I heard a church advertising, all of you pray, we are going to sponsor a wheelchair. അത് നിങ്ങൾ പേടിക്കേണ്ട, പിശാച് കൊടുത്തോളൂ. പിശാചിന്റെ ആഗ്രഹം ഇരിക്കുക എന്നുള്ളതാ. We don't need to be worry about that because സഭ devil തിരിഞ്ഞു will പോയത് give us. കണ്ടോ? See how the church has fallen. നമ്മളിപ്പം സഭയിലുള്ള നടക്കാൻ വയ്യാത്തവർക്ക് എന്ത് കൊടുക്കുക? Today we are giving people who are lame wheelchairs. നമ്മൾ വീൽ ചെയർ സ്പോൺസർ ചെയ്യുമ്പോൾ We are sponsoring പൗലോസ് wheelchairs. നേരെ തിരിച്ചാണ്. Paul was വീൽ opposite. ചെയറിൽ വന്നവനെ എണീപ്പിക്കുക. The lame person was walking. ഇതെന്നാ കാരണം അറിയാവോ? You know what the reason is? വിശ്വാസം ഇൻക്രീസ് ആകുന്നില്ല. Because our faith is not വിശ്വാസം increasing. ഉണ്ടെങ്കിൽ ഇതൊരു ക്യാഷ് ആണെന്ന് ഓർത്താൽ മതി. വിശ്വാസം ഒരു ക്യാഷ് ആണ്. Look at faith as a currency. ദൈവരാജ്യത്തിൽ നിന്ന് വല്ലതും മേടിക്കാനുള്ള ക്യാഷ് ആണ് ഫെയ്ത്ത്. It is currency to buy something from the ഇത് kingdom of God. കുറവാണെങ്കിൽ And if this currency is എടുക്കാൻ little, പറ്റത്തില്ല. we cannot buy or purchase anything. കടുകുമണിയോളം വിശ്വാസം ഉണ്ടോ? And Jesus says, if you have faith as ആ small മരം as a ചാടി പോകാൻ പോവാ. mustard, this tree is going to be uprooted. അപ്പൊ എന്റെ ചോദ്യം, മത്തങ്ങയുടെ അത്ര വിശ്വാസം ഉണ്ടെങ്കിലോ? And imagine if you have faith as big as a watermelon, ഒരു മലയുടെ അത്ര വിശ്വാസം ഉണ്ടെങ്കിലോ? if you have faith as big as a mountain, കണ്ടോ അതിന്റെ വേരിയേഷൻ കണ്ടോ? can you see the difference? അപ്പൊ എന്റെ ചോദ്യം, നിങ്ങളുടെ വിശ്വാസം ഏതാണ്? So my question is, what is it? പെട്ടെന്ന് How എങ്ങനെ much is മനസ്സിലാക്കാൻ it? പറ്റും? How can you ഒറ്റ understand? വാക്ക്, Just one word. ഉറപ്പും ധൈര്യവുമാണ് ഇതിന്റെ സൈൻ. The sign is you are strong ഒരു and കാര്യം courageous. പ്രാർത്ഥിക്കുമ്പോൾ When you pray for something, എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല. if you don't have the confidence, എനിക്കറിയാം കർത്താവ് അത് ചെയ്യും, I know that Lord will do it, പക്ഷെ എന്തോ ഒരു സംശയം, but still there's a little bit doubt in എന്തോ you. അല്ല സംശയമാണ് അത്. It's not, it is doubt. അത് നിങ്ങളുടെ ഫെയ്ത്തിനെ, Because your faith, ഫെയ്ത്തിനേക്കാൾ ശക്തി അവിശ്വാസനുണ്ട് ഇപ്പം. because your unbelief is stronger than your faith. ഇനി വിശ്വാസം വളർന്നാൽ, But if your faith ഇവിടെ grows, നോക്ക്, യേശുവിന്റെ കുഷ്ഠരോഗികൾ വരുക. can you imagine 10 lepers coming to Lord? കർത്താവ് ഉടനെ കൈവച്ച് പ്രാർത്ഥന റെഡിയായിട്ട് നിൽക്കുവാണ്. അല്ല, Lord wasn't going to pray for them. പൊക്കോ, പോയി പുരോഹിതനെ He told them, he should go to the priest. കണ്ടോ? കർത്താവിന്റെ വിശ്വാസം പറയുന്ന കൈവെക്ക് പോലും വേണ്ട, Jesus' faith is he didn't even have to raise പോലും വേണ്ട, he didn't even have to pray പോയി for them. പുരോഹിതനെ കാണിക്ക്. He just said, go and show to പോകുന്ന the വഴിയിൽ disciples. അത്ഭുതം കണ്ടിരിക്കും. And കണ്ടോ? on their way they saw the miracle. കണ്ടോ? അപ്പൊ യേശുവിന്റെ ഉറപ്പ് എന്തുവാ? Can you see the confidence Jesus ഇവർ had? പോകുന്ന വഴിയിൽ അത്ഭുതം ഉണ്ടായിരിക്കും. That miracle will happen on their way. ഉറപ്പാണ് സൈൻ. Confidence ഒരു is the കാര്യം sign. പ്രാർത്ഥിക്കുമ്പം ഉറപ്പ് വരുന്നില്ലെങ്കിൽ,
When you're praying for something, if എനിക്ക് confidence വീട് isn't മേടിക്കാൻ coming, ഭയങ്കര ആഗ്രഹമാണ്, I have great desire to buy a house, പക്ഷെ പറ്റുന്നില്ല. but we are not able to because I don't have the currency. ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു ധൈര്യം കിട്ടുന്നില്ല അങ്ങോട്ട്. If you tell me I don't have a confidence, I'm കൂടുതൽ praying. സമ്പാദിക്കണം, You need to earn കൂടുതൽ more. വിശ്വാസം സമ്പാദിക്കണം. You need to earn more faith. വിശ്വാസം സമ്പാദിക്കുമ്പം As you collect more faith, നിങ്ങളുടെ കൈ കാശുണ്ടെങ്കിൽ, if you have currency, ഇപ്പം ഡെബോറ സിസ്റ്ററിന്റെ കയ്യില് suppose Deborah, 3 പൗണ്ട് ഉണ്ടിരിക്കട്ടെ, she has 3 pounds. ടെസ്കോയിൽ പോകാൻ ധൈര്യമുണ്ടോ? Does she have the confidence ആപ്പിൾ to go to? മേടിക്കാൻ. Does she have the confidence to go to? 3 പൗണ്ടിന് കിട്ടും ആപ്പിള്. You can get apple with 3 ധൈര്യമല്ലേ? ധൈര്യമാണോ? You have a confidence. നമുക്ക് എന്നെ ഞാൻ ചോദിക്കും, സിസ്റ്ററെ We'll say. സിസ്റ്ററെ ആപ്പിൾ മേടിക്കാൻ പറ്റുമോ? ഇങ്ങനെ ധൈര്യമായിട്ട് വാ ബ്രദറെ, നമുക്ക് ആപ്പിൾ മേടിക്കാം. She'll tell me, come brother, I have the confidence to എന്നാ buy ഡേവിഡ് apple. പറഞ്ഞാൽ 3 പൗണ്ട് ഇല്ല. Suppose David doesn't have the ടെസ്കോയിൽ 3 ചെന്ന് pounds. ആപ്പിൾ കിട്ടുമോ? Will he get apple if you go to Tesco? ധൈര്യമുണ്ടോ? Do you have the confidence? ഇല്ല, No. കിട്ടത്തില്ല. ഇത് തന്നെയാണ് നമുക്ക് ഈ ഉറപ്പില്ലാതെ വരുന്നതിന്റെ സൈൻ. If we don't have confidence, കാലൂന്നി എണീക്കാൻ പറയുമ്പോ when somebody asks you to get up and ആ walk, വ്യക്തി എണീറ്റില്ലായിരുന്നെങ്കിലോ if the person does not get up, പ്രസംഗം തീർന്നവിടെ. his preaching would stop. അത്രയും നേരം Suppose that, പ്രസംഗിച്ചത് മൊത്തം എന്ത് ചെയ്തു? suppose the lame man didn't. അതുകൊണ്ടാണ് പല ദേവദാസന്മാരും ഭയങ്കര പ്രസംഗമാണ്, That's why many men of God preach a lot, ആരോട് എണീക്കാൻ പറയത്തില്ല. but he won't ask anybody to അതിന്റെ walk. കാര്യം എന്തുവാ? You know why? ആ പ്രസംഗിച്ചത് അവർക്ക് തന്നെ ഉറപ്പില്ല. Because what they preach, they don't have the ഉറപ്പുണ്ടെ confidence. പറയും, എണീറ്റോളാൻ പറയും. If they have the confidence, they say, get up. പറഞ്ഞാട്ടെ. Amen. അപ്പൊ നിങ്ങൾ ഈ ലെവലിൽ നിങ്ങളുടെ ഫെയ്ത്തിനെ വളർത്തിയെടുക്കണമെങ്കിൽ So we need to increase our faith to that നിങ്ങൾ level. വിശ്വാസം കേൾക്കണം, We need to hear faith 2 മെഡിറ്റേറ്റ് ചെയ്യണം, and meditate on it. വിശ്വാസത്താൽ കാണണം. And with eyes of നമ്മുടെ faith, പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് when we started, ബെന്നിബേർക്ക് കസേര പെറുക്കിയിടുമായിരുന്നു. Benny brother used to put the chairs. ഞാൻ ചോദിച്ചു, ബെന്നിബേർ ആകെ 4 പേരല്ലേ ഉള്ളൂ. I asked Benny brother, we have only 4 ബെന്നിബേർ people. പറയും, അവര് നേരത്തെ കുവൈറ്റിലെ സഭയില് Benny brother said വിശ്വാസാൽ കസേര ഇടുമായിരുന്നു. കണ്ടോ? back in Kuwait, they used to put chairs അപ്പൊ by faith. 4 പേർക്ക് വേണ്ടി 10 കസേരയുടെ ആവശ്യമുണ്ടോ? So for 4 people, we don't need 10 chairs. കാര്യം 4 പേർ കസേര ഇടുമ്പോ But when we put 4, ബാക്കി 6 പേര് ഓൺ ദ വേയിലാ. കണ്ടോ? 6 people are on the way. ഇത് വിശ്വാസത്തിന്റെ ആക്ഷൻ ആണ്. This is action. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, And if we are able to do ഞാൻ that, പറഞ്ഞുകൊണ്ടല്ല, not because I തന്നെ said, വരുന്നുണ്ടെങ്കിൽ if it's coming automatically, തന്നെ ആള് വരും. or people will come. ഈ ഉറപ്പാണ് ആളുകളെ അട്രാക്ട് ചെയ്യുന്നത്. And the confidence is what brings people. നിങ്ങൾ നോക്കി, അപ്പൊ നമ്മളെ വിശ്വാസത്തെ ഇപ്പൊ വളരുന്നില്ല. Our faith is കാരണം increasing. മിക്കപ്പോഴും നമ്മൾ കേൾക്കുന്നത് വിശ്വാസം വളർത്തുന്ന പ്രസംഗങ്ങളല്ല കേട്ടോ. Because the reason is we are not hearing words that increase our faith. മാത്രമേ ഉള്ളൂ, ബൂസ്റ്റപ്പുകൾ. We are only hearing some boosting പൗലോസിനെ words. ബൂസ്റ്റ് ചെയ്യുക, ഈ യേശുവിന്റെ നാമത്തിൽ നീ എണീറ്റ്, അങ്ങനെ ബൂസ്റ്റ് ചെയ്യാന്ന് വിളിച്ചു. നിനക്ക് ഒരു ദിവസം ഉണ്ട് കേട്ടോ, നീ എണീക്കും, ഒരു ദിവസം നീ എണീക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? Suppose Paul was saying one day you will walk, one day he was only encouraging him. Suppose Paul had done that. അങ്ങനെ പറഞ്ഞിരുന്നേ പുള്ളി പറയും, ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. കണ്ടോ? The man will say, I am waiting for that day when I will walk. ഇന്ന് നീ എണീറ്റില്ലെങ്കിലും കുഴപ്പമില്ല, If you don't walk today, one day ഒരു you'll walk. ദിവസം വെച്ചിട്ടുണ്ട്. One day you'll walk. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എന്ത് നമ്മൾ കേട്ടിരിക്കുന്നത്. This is what we are പൗലോസ് calling. ഇന്നാ നിന്റെ ദിവസം. കണ്ടോ? Paul is നീ saying today is your day. കാലൂന്ന് Jump up, stand up and ജനക്കൂട്ടം walk. നിൽക്കുവാന്ന് ഓർത്ത് നോക്കിയോ? ജനക്കൂട്ടം ഇങ്ങനെ നിൽക്കുവാ. Imagine people are surrounded him. പൗലോസ് പറയാ, കാലൂന്ന് എണീറ്റോ, നിനക്ക് ഇരിക്കാൻ പറ്റത്തില്ല. Paul is saying stand up and walk. അപ്പൊ അവന്റെ അകത്ത് വിശ്വാസം ഉണ്ടെന്ന് പൗലോസിന് കാണാൻ പറ്റി. Paul could see that he അപ്പൊ had നിങ്ങള് faith. ബൈബിൾ വചനം കേൾക്കുമ്പോ So when you hear the നിങ്ങൾ word, മെഡിറ്റേറ്റ് ചെയ്യണം. you should meditate on വിശ്വാസ it. കണ്ണുകൊണ്ട് കാണാൻ And ശ്രമിക്കണം. see with eyes of faith. Try to see it with us. നാമത്തിൽ വെള്ളം വീഞ്ഞാകും. In Jesus' name, this കണ്ണുകൊണ്ട് വീഞ്ഞ് glass. കാണ്, കണ്ണുകൊണ്ട് വീഞ്ഞ് കാണ്. See with your eyes of എന്നിട്ട് faith വചനം water പറ. turning into എന്നിട്ട് വചനം പറ. and speak the ഞാൻ word. രോഗികൾ എന്റെ കരത്തിലൂടെ സൗഖ്യമാകും. That the sick people are going to be healed by you. നിങ്ങൾ കൈ വെക്കുമ്പോ ക്യാൻസർ മാറുന്നത് കാണൂ. And see when you lay hands on the എന്നിലൂടെ cancer രോഗികൾ patients, they heal. സൗഖ്യമാകുമെന്ന് വചനം പറഞ്ഞിട്ട്, And when you speak the word അവരുടെ that വിശ്വാസ കണ്ണുറന്നുകൊണ്ട് കാണാം. അവരെ തൊടുമ്പോൾ യേശു പ്രവർത്തിക്കുന്നതും അവർ പറയുക, ഈ സഹോദരനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, യേശു അത്ഭുതം ചെയ്തെന്ന് പറയുന്നത് കണ്ടുകൊണ്ട്. can you start imagining, start seeing with eyes of faith that you're laying hands and they're healed. Yes, try doing അല്ല this. കർത്താവ് എന്നെ ഉപയോഗിക്കണമേ, ഞാൻ പറ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. I'll say people who don't have faith keep saying, Lord, use നിങ്ങൾ me, use me. മൊബൈൽ ഫോൺ മേടിച്ചിട്ട് You bought a mobile phone. ബ്രദറെ പ്രാർത്ഥിക്കണം, മൊബൈൽ ഉപയോഗിക്കുന്ന കൃപ തട്ടാൻ വേണ്ടി. ആരെങ്കിലും പറയൂ? Will anybody buy a mobile phone and say, brother, pray that I can use this phone? ആരെങ്കിലും പറയൂ മൊബൈൽ മേടിച്ചിട്ട് Will any ഇത് of you say ഉപയോഗിക്കാനുള്ള that, കൃപ എനിക്ക്? that I need the grace to use this phone? ബൈബിൾ പറ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ Word of God says we have been purchased. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളത്. കണ്ടോ?
that we have to glorify God with our കർത്താവ് bodies. നമ്മളെ വിലയ്ക്ക് മേടിച്ചത് ദൈവരാജ്യം പ്രസംഗിക്കാൻ വേണ്ടി തന്നെയാണ്. Lord has bought us to preach the ലോകം kingdom of God. മുഴുവൻ പോകാൻ വേണ്ടിയുള്ളതാ കണ്ടോ വിളി. We have been called to go to the ends of the world. ഉപയോഗിക്കണേ അല്ലേ, നമ്മൾ ഉപയോഗിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് ഏറ്റുപാട് കർത്താവ് പിന്നെന്തിനാ ദൈവം വിളിച്ചു. നമുക്കകത്തൊരു ഉറപ്പുണ്ട്, എന്നെ വിളിച്ചത് ഇന്റർനാഷണൽ കോളിങ്ങിന് വേണ്ടി തന്നെയാ. We should have this confidence that we have been called for international അനേക ministry. ബന്ധിതരെ മോചിപ്പിക്കാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. We have been called to set the captives free. സെലക്റ്റീവായ ആളുകളാണ്. We have been chosen, we have been We selected. are chosen generation എന്ന് പറയുന്നത് അല്ലേ. That's why Bible says we are a chosen We are generation. chosen generation അല്ലേ. Yes. എന്താ ചൂസ് ചെയ്യാന്ന് പറഞ്ഞ What does it mean to be chosen? എന്താ ചൂസ് ചെയ്യാന്ന് പറഞ്ഞ ഇപ്പൊ നിങ്ങളെ ജോലിക്ക് വേണ്ടി അവർ ചൂസ് ചെയ്തല്ലേ. We are selected for a job. സിസ്റ്റർ പറയാ ഓ എന്നെ ചൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ ഞാൻ പോകത്തൊന്നുമില്ല. Suppose Rose sister says, oh, I have been chosen, but I'm not going to go. അങ്ങനെ പറയുമോ? Will she say like that? അപ്പൊ നമ്മൾ എന്നെ ചൂസ് ചെയ്തിരിക്കുന്നു ജോലിക്ക് We'll be വേണ്ടി. so excited when we are selected for a job. എന്തിനാ ജോലിക്ക് വേണ്ടി? For a what? For a job. We are the chosen generation. കണ്ടോ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. Bible says we are a chosen അന്ധകാരത്തിൽ generation. നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നു. We have been called from the kingdom of ഞാൻ darkness into the രാജകീയ kingdom of light. പൗരോഹിത്യ വർഗ്ഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. I am a royal യേശു priesthood. എന്നെ കണ്ടിരിക്കുന്നു. The Lord has seen ദൈവരാജ്യം me പ്രസംഗിപ്പാനും to preach the word of God, ബന്ധിതരെ മോചിപ്പിക്കുവാനും to set the രോഗികളെ captives free, സൗഖ്യമാക്കുവാനും to heal the എന്നെ sick. ചൂസ് ചെയ്തിരിക്കുന്നു. I കണ്ടോ have been ഇത് chosen. നേരെ പാടരുത്, എന്നെ ഉപയോഗിക്കണം എന്ത് ചെയ്യരുത്. Now don't sing, use me, Lord. ഇതിനായിട്ടല്ലോ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു കർത്താവ് പറയുന്നുണ്ട്. Lord is saying, for this I have chosen you. പിന്നെ എന്നെ ഒന്നും കാണാത്തത്. Then why are we ഇത് not seeing കാണാതെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. it? And because we are not seeing it, we are singing അപ്പൊ songs നമ്മൾ like this. ആശ്വസിക്കാം, അപ്പൊ അതുകൊണ്ടാ ഉപയോഗിക്കാത്തത് കൊണ്ടാ നമുക്ക് സംഭവിക്കാത്തത്. So what we are thinking is, oh, God is not using us, ശിഷ്യന്മാര് that's why. ഭയങ്കര ബുദ്ധിമാന്മാരാ. But disciples are clever. അവർക്ക് മനസ്സിലായി ഉപയോഗിക്കാത്തോണ്ടല്ല. They know that it's not because they were not increase our used. faith. The Lord increase our ഞങ്ങളുടെ faith. വിശ്വാസം വർദ്ധിച്ചാൽ Increase our faith. കണ്ടോ ഇന്നലകളിൽ നിങ്ങൾ ശിഷ്യന്മാരെ പഠിച്ചു നോക്കി. Study the disciples. പത്രോസ്ലീഹ യേശുവിന്റെ പുറകെ മാറത്തില്ലായിരുന്നു. Peter never left Jesus. എപ്പോൾ നോക്കിയാലും യേശുവിന്റെ പുറകെ. He was always following Jesus. കർത്താവേ ഞാൻ കൂടെ എന്ത് ചെയ്യണം വിശ്വാസം പറഞ്ഞു തരണം. Oh, please tell us how to യേശു അവരെ increase our വിട്ടേച്ച് faith. അങ്ങ് പോയി. Jesus left them and went. അവരങ്ങ് ഒറ്റയ്ക്കായി. They were alone. യേശു പറഞ്ഞു ഞാൻ പോയ ശേഷം ആര് വരും? And Jesus said, when I കാര്യസ്ഥൻ go, വരും. the Holy Spirit will come. Spirit of faith നിങ്ങളുടെ മേലേക്ക് വരാൻ The പോകുകയാണ്. spirit of faith is going to come upon you. വന്നു കഴിഞ്ഞാൽ And once the spirit of faith comes പത്രോസ് on നീ you, അവിടെ ഒതുങ്ങത്തില്ല. you will not be the same Peter. നീ ഇത്രയും നാൾ എന്റെ പുറകെ നടന്നില്ലേ? You followed me this long. നീ എന്റെ പുറകെ നടന്നിട്ടില്ല നിന്നത്. You were ഞാൻ following നിന്നെ me. അയക്കാൻ വേണ്ടി പോകുക. I am now going to send you. നമ്മൾ യൂദയുടെ ലേഖനം വായിച്ചപ്പോൾ ഓർക്കുന്ന ഒരു വാക്യം When we read the book of Jude, നമുക്ക് വായിക്കല്ലേ യൂദയുടെ ലേഖനം Jude 1:20. ഏതായിരുന്നു വാക്യം? 1:20, yeah. വായിച്ചേ ഒന്നാം വാക്യം അതിന്റെ 20 അല്ലേ? 20, yeah. But you, dear friends, by building yourself up in the most holy faith and praying in the Holy Spirit. ആ വാക്യം എന്തായിരുന്നു? Building up yourself അല്ലേ? മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. നിങ്ങളത് ബിൽഡ് ചെയ്യണം അല്ലേ? Yes. ഞാൻ ചോദിച്ചത് ബിൽഡ് ചെയ്യുന്നുണ്ടോ ഫെയ്ത്ത്? Are you building your faith? നമ്മളിപ്പോ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? 12 hours ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? How many hours do we work? We 12 work hours 12 hours. എന്തിനു വേണ്ടിയാ? What do we work for? സാലറിക്ക് വേണ്ടിയാ. For എന്തിനാ സാലറി? For salary? What നമ്മുടെ for? ആൾക്കാർ പറയും ടെസ്കോയിൽ പോകാൻ വേണ്ടിയാ. We would say to go to Tesco. കഴിഞ്ഞ ദിവസം പറഞ്ഞു കിട്ടുന്ന പൈസ മൊത്തം അസ്തയിൽ എന്ത് ചെയ്യുക? One brother told, whatever I get, I spend it on Asda. അപ്പൊ നമ്മൾ എന്തിനാ ജോലിക്ക് പോണത്? So why are we going to അസ്തേ work? പോകാൻ വേണ്ടി. To go to Asda. കണ്ടോ എന്റെ അർത്ഥം അസ്തേ പോകാനുള്ള കപ്പാസിറ്റി ഇപ്പൊ നമുക്ക് Because we have the capacity only going to Asda. ഇവിടെ പറയുവാണ് ബിൽഡിംഗ് അപ്പ് യുവർ ഫെയ്ത്ത് എന്ന് പറഞ്ഞേക്കുന്നത്. മോസ്റ്റ് ഹോളി Here is saying building up your most holy faith. ഫെയ്ത്തിനെ നമ്മൾ ബിൽഡ് ചെയ്യണം. കണ്ടോ So you have to build your faith. ഞാനിപ്പം ഇപ്പൊ നമുക്കൊരു മുറി ഇതിന്റെ അകത്തുണ്ട്. We have a room here. ഇതൊരു 50 വർഷം പഴക്കമുണ്ടെന്നിരിക്കട്ടെ. Suppose it's 50 years old. നിങ്ങളൊരു 49 വർഷം വരുന്നെങ്കിൽ, If you're coming 50 വർഷത്തിന് മുമ്പ് വരുന്നെങ്കിൽ if you're coming the ഒരു year just ഫൗണ്ടേഷൻ മാത്രമേ കാണത്തുള്ളൂ. there's only a ഇവിടെ foundation. വെന്റിലേഷൻ ഇല്ല, ഒന്നുമില്ല, ഡോർ ഒന്നുമില്ല. Suppose you came just 50 years back, ഇവരിത് you see nothing. ബിൽഡ് ചെയ്തു അല്ലേ? They built this room. കണ്ടോ ഇവര് ബിൽഡ് ചെയ്തപ്പോ ഒരു റൂമായി മാറി. And when they built it, this became a room. ഫെയ്ത്തിനെ ബിൽഡ് ചെയ്യുമ്പോ So you have to build this. സയൻസ് ആൻഡ് വണ്ടർ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ You see signs and wonders. ഇത് ബിൽഡ് ചെയ്യാത്തത് കൊണ്ടാണ് And it's because you're not building it, നിങ്ങളുടെ അകത്ത് സയൻസ് ആൻഡ് വണ്ടർ കാണാൻ കഴിയാത്തത്. you're not able to see signs and നിങ്ങൾക്ക് wonders. മനസ്സിലായോ?
Now do you understand? അപ്പൊ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? So to build, what should we do? വചനം അകത്തോട്ട് കയറണം. Word should go inside. രണ്ട്, ആത്മാവിൽ പ്രാർത്ഥിക്കണം. Second, pray in the Holy Spirit. എന്തിനാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്? വിശ്വാസവുമായിട്ട് ബന്ധം. What is the connection between faith and praying in the Spirit? മദ്യപാനിയായിട്ടുള്ള ആൾക്കാര്, The alcoholic people. ഞാൻ എന്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. I had a friend who studied with. അവനിങ്ങനെ ഈ ലഹരിക്ക് ഒരു അടിമയായിരുന്നു. ലഹരി യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. He was addicted. He was alcoholic. അപ്പൊ ഞങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഈ പുള്ളി ഞാൻ എന്താ ലഹരി ഒന്നും പറയുന്നില്ല, പിന്നെ വലിയ വിഷയമാകും. I won't say what he was addicted to because it will be a ഇവൻ great പെട്ടെന്ന് problem. അത് ഉപയോഗിച്ചു. He would consume it. ഇവൻ പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ നടന്ന ഈ വ്യക്തി പെട്ടെന്ന് ഒരു ലേക്ക് കൊണ്ടെടുത്ത് ചാടി അങ്ങോട്ട്. And then he saw a lake, he jumped into it. അവിടെ നിന്ന് പാട്ട് പാടുക. And then he's singing from the lake. ഞങ്ങൾ ഇവനെ പഠിച്ചവണമായിട്ട് നോക്കി കയറ്റാൻ വേണ്ടി നടക്കുന്നില്ല. എനിക്ക് നീന്തൽ അറിയത്തില്ല. We tried everything to get him back on shore. കമ്പിട്ട് വലിക്കാൻ നോക്കി, ഇവനെ കുത്താൻ നോക്കി, ഇവൻ കേറി വരുന്നില്ല. We didn't know swimming, so we were poking him. We gave him a rod, but he was not coming in. ഇവന്റെ ബോധം കട്ടായി പോയി. Because his consciousness, പുള്ളി ഭയങ്കര പാട്ട് വെള്ളത്തിൽ കിടന്ന്. he was singing in the song. ഒരു മണിക്കൂറിന് മേളിൽ പാട്ട് പാട് വെള്ളത്തിൽ കിടന്നുണ്ട്. For a whole hour is in the lake singing. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി എണീറ്റ് വന്നു. And after 1 hour he got. ഇത്രയും ഭാഗം മുഴുവൻ മഡായിരുന്നു, ചെളി കൊണ്ട് നിറഞ്ഞിരിക്കുക. He was completely muddy. അയ്യേ, പുള്ളി പറ എന്തൊരു നാറ്റവാ. He's saying, "Oh my God, I'm stinking now." നീ എന്തിനാ ചാടിയത്? I asked him, "Why did you jump?" ഞാൻ ചാടിയതല്ല, നിങ്ങൾ തള്ളിയിട്ടതല്ലേ. He said, "I didn't jump. You guys pushed me into it." പുള്ളിയുടെ ബോധ മനസ്സിൽ പുള്ളി ചാടിയിട്ടില്ല. Because he was not in his right mind. സുബോധത്തിൽ ഇദ്ദേഹം ജമ്പ് ചെയ്തിട്ടില്ല. He was not in his right mind. He hadn't jumped in his right mind. ഇദ്ദേഹത്തിനകത്ത് കയറി ലഹരി ഇദ്ദേഹത്തെ ചാടിച്ചു. But the intoxication in him had made him jump. ഒരു ബോഷനെ പോലെ എല്ലാരും നോക്കി പാടിക്കൊണ്ടിരിക്കുക വെള്ളത്തിൽ കിടന്നുണ്ട്. And because he was so intoxicated, he was in the water and singing, looking at everybody and singing. അഫലമായി പോയി, കണ്ടോ? Because his mind was with ഭാഷ working. പ്രാർത്ഥിക്കുമ്പോൾ So when we pray in tongues, നമുക്ക് കഴിയാത്ത കാര്യങ്ങളെ ചെയ്യാനുള്ള വിശ്വാസം ഇൻക്രീസ് ആകും. we will have faith to do what we don't ഇന്നൊരു ഡെഡ് normally do. ബോഡി ഇവിടെ കൊണ്ടുതട്ട് കഴിഞ്ഞാൽ If there's a dead body in front of നമ്മളെല്ലാം you, പുറകോട്ട് മാറും. we'll all shrink back. ഇത് ഡെഡ് ബോഡിയാണ്, പോലീസാണ്, കേസാണ്, വിഷയമാണ്. Because it's a dead body, we'll think, "Oh, I'm not going to go anywhere near ബോധ മനസ്സ് police." പറയുന്നു പോലീസ് വരും, വിഷയമാകും. Our conscious mind will say, the police will come and എന്നാൽ it will be a ആത്മ case. മനുഷ്യൻ പറയും ഇപ്പം എണീക്കാൻ വേണ്ടി But the spirit പോകുക. man will say that man is going to rise up. ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ നമ്മുടെ ബോധ മനസ്സ് ബ്ലോക്ക് ആകണം. But for us to work in our spiritual man, നമ്മൾ our അന്യഭാഷ conscious mind has to stop. അന്യഭാഷ പറയുമ്പോൾ When we speak in നമ്മുടെ tongues, അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ബ്ലോക്ക് ആവും. our understanding will be blocked. അപ്പൊ ഞാൻ പറയാം, സിസ്റ്ററെ എന്നോട് പറയേ, ഇവിടെ ഒരാളുണ്ട്, മരിച്ചവരുണ്ട്, വീൽ ചെയർ നിൽക്കുന്ന രോഗിയാ, എണീപ്പിക്കാൻ പറയുക. Suppose there's a man in a wheelchair and say, "Oh, make him stand." What will we do? യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇവന്റെ മേൽ അത്ഭുതം നടക്കട്ടെ, അല്ലേ? We'll say, "Oh Lord, in the name of Jesus, let there be a miracle." നമ്മൾ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. We'll keep praying for the miracle. കണ്ട, ബുദ്ധി പറയുന്നു, പ്രാർത്ഥിക്കാൻ പറയുന്നു. Our mind is saying pray. എന്നാൽ പൗലോസ് പറയും മാറി നിൽക്കാൻ പറയും. Paul will say, "Move away." കാലൂന്നി എണീക്കാൻ പറയും. And we'll tell, "Get up and walk." ഇതെന്നെ പൗലോസ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. And we'll ask Paul, "Why couldn't we do?" പറയുന്നു ചിലപ്പോൾ എണീറ്റില്ലെങ്കിലോ. Because our mind is saying, പറയുന്നു ചിലപ്പോൾ നടന്നില്ലെങ്കിലോ. what if he doesn't walk? What if it വിശ്വാസം ബുദ്ധിയെ ഓവർകം ചെയ്ത് നിൽക്കുക അല്ല. But Paul is saying faith is over the intelligence. മുടന്തരം ചാടി എണീക്കും. A man who is lame from ലോകപ്രകാരം birth will also അസാധ്യമാണ്. walk. It is not എന്നാൽ അന്യ impossible. ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ tongues, നിങ്ങളുടെ ബുദ്ധി ആഫലമാകും. Our mind is നിങ്ങൾ കേട്ട unfruitful. വചനം ചലിക്കുവാൻ തുടങ്ങും. The word we heard is ഇത് going to move. ഡൈജസ്റ്റ് ആകാൻ തുടങ്ങും. It will start digesting ഇത് in you. വിശ്വാസമായി രൂപാന്തരപ്പെടും. It will start working as മാലകളെ faith. നീക്കുന്ന വിശ്വാസമായി. Faith that moves mountains. Amen. ഇത് നിങ്ങളിൽ പ്രവർത്തിക്കാനാണ് അന്യഭാഷ പറയുന്നത്, കണ്ടോ? And for this to activate it in you, we need to speak എത്ര in നേരം tongues. അന്യഭാഷ പറയും നമ്മള്? How many hours do we speak in ഞാൻ tongues? തലകുനിച്ച് നിൽക്കാം, പറഞ്ഞു. I look down, you can tell. എത്ര നേരം അന്യഭാഷ പറയും നമ്മൾ? How many hours do we speak in tongues? 6 മണിക്കൂർ. 6 hours? 12 മണിക്കൂർ ജോലി ചെയ്താലല്ലേ ഉള്ളൂ ഒരു മൊബൈൽ മേടിക്കാനുള്ള പൈസ കിട്ടത്തുള്ളൂ. If you work 12 hours every day, then we can buy a mobile phone. പൗലോസ് പറഞ്ഞു, യൂദായുടെ ലേഖനം പറഞ്ഞു, ബിൽഡിംഗ് അപ്പ് യുവർ ഫെയ്ത്ത്. In Jude, we see build up your faith. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വചനം കൊടുക്കുന്നു, So how much word you're giving yourself, അത്രത്തോളം ഫെയ്ത്ത് ഇൻക്രീസ് ആകും. your faith will increase. എത്രത്തോളം ഫെയ്ത്ത് ഇൻക്രീസ് ആകും, And as faith increases, അത്രത്തോളം ദൈവരാജ്യത്തിന് എടുത്തുകൊണ്ട് വരാൻ പറ്റും. and you will be able to take things from the kingdom of God. ദൈവരാജ്യത്തിന് ഇപ്പൊ എടുക്കാൻ പറ്റുന്നില്ല, You're not able to take things from the എടുത്തിട്ട് kingdom. പൊങ്ങുന്നില്ല. It's not lifting up. എന്റെ കാര്യം അറിയാമോ, എന്റെ ഫെയ്ത്തിന് അത്രയും പവർ വരുന്നില്ല. Because your faith does not ശിഷ്യന്മാർ have ഞങ്ങൾക്ക് this. എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റിയില്ല? And disciples are asking, why couldn't we യേശു do പറഞ്ഞു, it? കടുകുമണിയോളം ഉണ്ടെങ്കിലും.
And Jesus says, if you have faith as small as a mustard seed, മരം ചാടാൻ പോവാ. that tree is going to be uprooted. അപ്പൊ കടുകമണിയോളം വിശ്വാസത്തിൽ നിന്നും മല പോലെ വിശ്വാസമാക്കണം. So from faith as small as a mustard seed, increase your faith to as big as a mountain. നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. Can we stand up and pray? ഫെയ്ത്തിനെ ഇൻക്രീസ് ചെയ്യുവാനാണ് നമുക്ക് വചനം തന്നിരിക്കുന്നത്. Word has been given to us to increase our 12 hours ഡ്യൂട്ടി ചെയ്യുമ്പോൾ, if you are working for 12 hours, 6 hours ജോലി ചെയ്യുവാണെങ്കിലും, if you are even working only for 6 8 hours ജോലി ചെയ്യുവാണെങ്കിലും, if you are working for 8 hours, അതനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമെങ്കിൽ, according to that your salary എത്ര increases. അധികം വചനം പറയണം നിങ്ങൾ. How much more word you need to say. നമ്മൾ പറയും യൂട്യൂബിൽ മൊത്തം ഞാൻ വചനം കേൾക്കുക ബ്രദറെ. He'll say, I am listening to word. Some people say, രാവിലെ മുതൽ വൈകുന്നേരം വരെ ബ്രദറെ ഞാൻ ടിവിക്കകത്താണ് വചനം കേട്ടോണ്ടിരിക്കുക. Some people say from morning to evening I'm hearing the word. എന്നാലും ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. And please brother pray for me. കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം. Lord needs to do a miracle. രാവിലെ മുതൽ വൈകുന്നേരം വരെ ടിവിക്കകത്തിരുന്ന് കേട്ടിട്ട് എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ പറ്റാത്തത്? And my question is, from morning to evening you're hearing messages, why isn't it working? കാരണം കേൾക്കുന്നത് മെഡിറ്റേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. Because you're not meditating on what you're hearing. മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ അകത്ത് ഉറപ്പായി മാറുന്നത്. It's only when you meditate it becomes confidence. നിങ്ങൾ ഇപ്പൊ പറയുകയാണ് കർത്താവ് എന്നിലൂടെ രോഗികൾ ചുമ്മാ പറയുന്നു രോഗികൾ സൗഖ്യമാണെന്ന് പറഞ്ഞു വെച്ചു. Suppose you're saying, Lord, sick should be healed by me. അത് കേട്ടിട്ട് ഇതിൽ ഇറങ്ങി പോകും. And you hear with one ear and it'll go out. ഹിന്ദി അറിയാത്തൊരു വ്യക്തി ഹിന്ദി പാട്ട് പഠിക്കാൻ പറ്റും. A person who doesn't know Hindi can sing in Hindi. കാര്യം ഹിന്ദി കാണാപ്പാഠം പഠിച്ചത് ആ വരികളെല്ലാം. Because they memorize those Hindi lines. പക്ഷെ അതിന്റെ അർത്ഥം അറിയണമെങ്കിൽ, but to understand the meaning, അതിന്റെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പോകണം. we need to go deeper into the language. ഇതേപോലെ തന്നെ നിങ്ങൾ വചനം പറയുമ്പോൾ, so if you say the word, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. suppose you're praying for your കർത്താവേ തലമുറ രക്ഷിക്കണം. oh Lord, save my son. നിങ്ങൾ തലമുറ വചനം നമ്മൾ പറയുന്നില്ല, നമുക്ക് അറിയാം. We know that. ഇത് പറയുമ്പോൾ when you say കണ്ണടച്ച്, when you close your eyes, തലമുറ ബൈബിളുമായിട്ട് നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തെ പ്രീച്ച് ചെയ്യുന്നത്, see your children stand. ഇത് കണ്ടുകൊണ്ട് വചനം പറയുമ്പോൾ, if you see in eyes of faith your child standing, faith ഇങ്ങനെ കേറി വരുമ്പോൾ, and then say the word, the faith increases. ആ സമയത്ത് എന്തു പറഞ്ഞാലും നടക്കും. And at that point whatever you say will happen. പൗലോസ് ഏത് സമയത്താ പറഞ്ഞത്? When did Paul say that? സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ടെന്ന് കണ്ടപ്പോൾ പറഞ്ഞു. When he saw that the man had faith to be healed, he says, at that time you should say. And at that time he stood up and walked. That ടൈമിലേക്ക് നമ്മൾ വരണം. We should come to that time. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഫെയ്ത്തിനെ ഇൻക്രീസ് ചെയ്യണം. In these days you should increase your faith. നിങ്ങൾ വെയിൽസിൽ പോയ സമയത്ത് ഒത്തിരി പള്ളിയുണ്ട് അല്ലേ? ഒത്തിരി പള്ളിയുണ്ട്. When we went to Wales we saw many. പള്ളി. We saw many churches. There's so many churches, so beautiful. But there's not a single service. There's only churches, buildings. There's no believers there. I was thinking, why did they need such big buildings? Only 2 people in there. But they didn't build just for 2 people. There was at one time there were believers. Today there are no believers. You know the reason? Because the foundation is shaken. And the same thing is happening with the next generation. If you don't have time to hear and speak the word, after some time, നിങ്ങളും പയ്യെ നിങ്ങളിങ്ങനെ പോകത്തില്ല. ഉദാഹരണമാണ്, പയ്യെ നമ്മുടെ അകത്തും തോന്നും ഇതൊക്കെ ശരിയാണോ. even we'll think, is this true? Even we will start thinking, doubting it. അത്ഭുതങ്ങളെ നിങ്ങൾ വർണ്ണിക്കണം. That's why you should talk about miracles. Miracles give us confidence. Talk about what God has done in us. That in my house there will be worship. And there will be worship in my home. And the people of the land are going to come to me. Sick people are going to come to my home. The people, sick people are going to come. My home is going to be a deliverance home. My home is going to be a deliverance home. My husband will be a believer. Can you speak it? Can we build our faith? Build up your faith. Tura bala bara bara bara
Bausha കേറി Siba വാ. Raba Laba Raba Rika Bara Bausha Siba Raba Sika Bara Bausha Sika. If God sends the sick, what will you do? അവിടെ ചിന്തിച്ച് നോക്കി, രോഗികളെ ദൈവം ഇങ്ങോട്ട് അയച്ചെന്ന് വിചാരിച്ചു, എന്ത് ചെയ്യും നിങ്ങൾ? Suppose God starts sending sick people to us, what will you do? പ്രാർത്ഥിക്കും. You'll say, we'll യേശു pray. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടേ ഇല്ല. Jesus didn't ask us to ഒരു pray. സ്ഥലത്ത് കാണിക്കാൻ പറ്റും യേശു പ്രാർത്ഥിക്കാൻ. Can you show anywhere Jesus says pray? മാത്യു ചാപ്റ്റർ 10 പറഞ്ഞു, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കാനാ പറഞ്ഞേക്കുന്നത്. In Matthew he's saying, go and heal the sick. കണ്ടോ, ഒരു സ്ഥലത്ത് പോലും പ്രാർത്ഥിക്കാം. പത്രോസേ ഒന്ന് പ്രാർത്ഥിക്കാമോ? He never says Peter pray യേശു for that പ്രാർത്ഥിക്കാൻ person. പറഞ്ഞില്ല. Jesus didn't ask them to pray. ഹീൽ ദ സിക്ക് എന്നാ പറഞ്ഞത് He അല്ലേ? said, heal the sick. Amen. നമുക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് വേദന വന്നില്ലേ? ഹീൽ ദ സിക്ക്. Weren't we not shocked? Heal the sick. യേശു പറഞ്ഞ രോഗിയെ സൗഖ്യമാക്കാൻ. Jesus said, heal the sick. നമ്മൾ പോയി എന്ത് ചെയ്യാ? യേശുവിന്റെ നാമത്തിൽ What we are going near the sick. ചെയ്തേ പറ്റത്തുള്ളൂ. We are praying, Lord, in Jesus' name, please heal, please heal. നമ്മളിങ്ങനെയല്ല, നമ്മളിപ്പോ അല്ലേ കർത്താവ് തന്നില്ലെങ്കിൽ അപ്പ ഞങ്ങൾ ഇപ്പം ഇവിടെ നിർത്തും എല്ലാം. നമ്മൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. And we keep threatening God if കർത്താവ് you ഒരു don't കാടുകൾ do. പണിയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, And Jesus said, if your faith is മരം small, ചാടി പോകുമെങ്കിൽ, if the root ഈ trees are രോഗി എത്ര rooted, അധികം how much more the sick അപ്പൊ person? ഇൻക്രീസ് ചെയ്യാത്ത വിശ്വാസത്തെ So the faith that you don't increase, അതുകൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നു. we don't have എത്ര confidence. പ്രാർത്ഥിച്ചാലും അത് മാറത്തില്ല. No matter how much you pray, that ഇന്നു it മുതൽ won't. സ്റ്റാർട്ട് ചെയ്യണം. From today start. രാവിലെ എണീക്കുമ്പോഴേ വാട്സാപ്പ് നോക്കരുത്. As soon as you get up, don't look at WhatsApp. എണീക്കുമ്പോഴേ ആരാ മെസ്സേജ് നോക്കരുത്. Don't see who sent you message. എണീക്കുമ്പോഴേ റഷ്മന്തല്ല റക്കമസിയാന്തരി As വചനം soon as you get up, പറഞ്ഞിരിക്കണം. start speaking. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനെ മുട്ടുണ്ടാകത്തില്ല. Lord is my എന്റെ shepherd, സഹായം. I will not lack anything. ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവമാണെന്ന് പറഞ്ഞു ചാടി എണീക്കണം. ഓ ശലബറബന. Jump up speaking the word. ഇത് പിന്നീടേ മൊബൈൽ നോക്കാവുള്ളൂ. After that, look at the word. ആദ്യം മൊബൈൽ നോക്കിയാൽ If you look at the mobile phone first, ഇൻക്രീസ് അല്ല സംഭവിക്കുന്നത്, increase doesn't happen. He will decrease. ഇതാ പലപ്പോൾ സംഭവിക്കുന്നത്. വാട്സാപ്പിൽ നോക്കി വന്നു, We look at the WhatsApp, ഫേസ്ബുക്കിലോട്ട് പോയി, then we look at അവിടെ Facebook, നിന്ന് യൂട്യൂബിലോട്ട് പോയി, then we go to YouTube, പിന്നെ റീൽസിലോട്ട് പോയി, then Reels, പെട്ടെന്ന് ഒരു ഇടിവിട്ടുന്നത് പോലെ വചനം കേൾക്കണം. and then after that, കണ്ടോ? ഇങ്ങനെ അങ്ങ് പോയി കറങ്ങി നമ്മൾ അവസാനം വചനത്തിൽ വരും. പിന്നെ കരച്ചിലും ബഹളവും ഒക്കെ. and then after some time we come to the word and then we cry. നമ്മൾ അങ്ങനെയാ വചനത്തിലോട്ട് പോകുന്നത് അല്ലേ? And we go to the word like that after going കയറി through WhatsApp, Facebook. അപ്പൊ തന്നെ പിശാച് എന്ത് ചെയ്തോളും? ബാക്കി എല്ലാം ചെയ്തോളും. The devil has time to work in us. പിന്നെ ബാക്കി എല്ലാം പുള്ളി ആ സമയം കൊണ്ട് മൊത്തം റോൾ ചെയ്ത് നിങ്ങളെ സെറ്റ് ചെയ്തു. And he will create all his doers. ഡോർ തുറക്കുന്നതിന് മുമ്പ് തന്നെ, But before Joshua opens the door, ഒരിക്കലും ഒരു he മനുഷ്യനും says, no ഇത് one will stand മുറിക്കകത്ത് against നിന്നും me all the days of my പറഞ്ഞോണ്ടാ. life. ഇത് പറഞ്ഞോണ്ട് ഡോർ തുറന്നാൽ And he meditates on the word and then opens the door. നിന്റെ അമ്പ് തെറ്റിപ്പോയിരിക്കും. Midianites, your arrow is not going to touch me. Your sword is going to miss യുദ്ധ me. വീരന്മാര് വന്നാലും No matter what warriors, ജയിക്കാൻ കഴിയത്തില്ല. no warrior can win over Joshua. Bara bara ke bara ba ba bara bara ba sha bara ba la ra bara ba sha sika bara ba. Meditate the word of God. Shamala the vera vera vera. Nika bara ba sha രാജ്യങ്ങൾ എന്റെ sika നേരെ bara വരും. ba രാജ്യങ്ങൾ sika bara ba sika bara ba ഒരു sha പട്ടണത്തിൽ sika നിന്നും രാജ്യത്തിൽ Tika bara ba sha ആത്മാക്കൾ sika bara ba നിങ്ങളുടെ sha വീട് sika തേടി ba വരാൻ sika പോകുകയാ. bara ba sha sika bara ba. നിങ്ങളുടെ ഭവനം ഒരു ആരാധന ആലയമായി മാറും. Your house is going to be my house is going to be a house of prayer, house of worship. പട്ടണങ്ങൾ, രാജ്യങ്ങൾ, രാജാക്കന്മാർ നിങ്ങളുടെ വീട്ടിൽ increase your faith, increase your faith, increase your faith. Wait.
your faith. Increase your faith. Increase ആയി വരട്ടെ. ലേശ്വരത്തിലെ ബരിയാന്തരെ. Spiritual sensation. പരിശുദ്ധാത്മാവിലുള്ള നമുക്ക് ഇന്ന് ആ ഫെയ്ത്ത് നമുക്ക് തൊടാൻ പറ്റിയില്ല കേട്ടോ. സ്പിരിറ്റ് ഓഫ് ഫെയ്ത്തിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് അടുത്ത ദിവസങ്ങൾ കേൾക്കാം. We could not go into the spirit of faith, but we'll go in this. നമ്മൾ കേട്ടത് വചനത്താൽ ലഭിക്കുന്ന ഫെയ്ത്ത് ആണ്. What we heard now was faith that comes through hearing the word. പരിശുദ്ധാത്മാവ് തന്നെയാണ്. Both are operated by the Holy Spirit. മറ്റേ ഫെയ്ത്ത് ഡിഫറന്റ് ആണ്. But the other spirit of faith is different. അതുകൊണ്ടാണ് മോശ പറഞ്ഞത് ഈ ജനത്തിനെല്ലാം ഈ ആത്മാവിനെ കിട്ടിയിരുന്നതിൽ എത്ര നന്നായനെ. And that's why Moses said if all of them got the spirit of faith. Thank you Holy Spirit. Thank you Holy ഈ Spirit. ദിവസങ്ങളിൽ In these days, അനാവശ്യമായിട്ടുള്ള വചന ധ്യാനങ്ങൾ കേൾക്കരുതേ. don't listen to unnecessary word. അതായത് നിങ്ങൾ വചനം കേട്ടിട്ടും Even after hearing the word, നല്ല വചനമാണ് ബ്രദർ ഇത്. you say nice word, ഇപ്പോഴും ഉറപ്പ് but വരുന്നില്ലെങ്കിൽ I still don't have the confidence. സൂക്ഷിക്കണം അത് ഏത് വ്യാഖ്യാനമാണ്. Then be careful what you're listening to. പിശാച് ഒരിക്കലും നിങ്ങൾ ഇരിക്കുന്ന പോലെ കൊമ്പും മാലോട്ട് വരത്തുന്നില്ല. As you think, devil will not come with horns and അത് tail. തെറ്റായ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് അവൻ വരത്തുള്ളൂ. He'll come with wrong നിങ്ങളെ കൊണ്ട് interpretation. അത് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. His aim is to make you believe ഇത് something else. കേട്ടിട്ട് After hearing അകത്ത് this, വിശ്വാസം വർക്കാകുന്നില്ലെങ്കിൽ if faith is not increasing in ആ you, വന്ന വചന വ്യാഖ്യാനത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. there's something wrong in the വചനത്തിന്റെ interpretation. കുഴപ്പമല്ല. It's not the problem with the word. പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ട് മുടന്തിന് എണീക്കാൻ പറ്റുന്നില്ലെങ്കിൽ If the lame could not walk even after hearing എന്തോ ഒരു Paul, പ്രശ്നമില്ലേ? there's something wrong with what എന്തോ Paul is പ്രശ്നമില്ലേ? preaching. Isn't there something wrong? നിങ്ങൾ കേട്ടിട്ട് പലതും നിങ്ങളുടെ അകത്ത് വിശ്വാസമായിട്ട് മാറുന്നില്ലെങ്കിൽ If faith is not increasing നിങ്ങൾ ഈ in you, ദിവസങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കാനുണ്ട് ഫെയ്ത്തിനെ. you have to increase your faith. 12 മണിക്കൂർ വർക്ക് ചെയ്താൽ If you work 12 hours, നിങ്ങൾ മിനിമം ഏറ്റവും കൂടുതൽ നിങ്ങളെ പർച്ചേസ് ചെയ്യാനുള്ള വിശ്വാസത്തെ കൂടെ ഇൻക്രീസ് ചെയ്യണം. you should increase the faith, the currency, അന്യഭാഷ പ്രാർത്ഥിക്കണം. and pray in tongues. അന്യഭാഷ പ്രാർത്ഥിക്കണം. If you keep praying in വചനം tongues പറയണം. and speak the word, ആ നടക്കുന്ന വഴിയിലൊക്കെ വചനം പറയണം. and when you're walking, speak the വചനം word. പറഞ്ഞിട്ട് അന്യഭാഷ പറയണം. When you walk, എന്നിട്ട് you ഒന്ന് speak. കാണണം, ഒന്ന് കാണണം, You should കണ്ടിട്ട് see. അന്യഭാഷ പറയണം. You should see and കണ്ടിട്ട് അന്യഭാഷ പറയണം. you should ഒരു see നിമിഷം and കണ്ടേ speak. ഒന്ന് കണ്ടേ എന്നാ ഇപ്പോഴത്തെ ഭാരം. What is your- മനസാന്തരപ്പെടാത്ത ഭർത്താവാണോ ഭാരം? What is your problem എന്താ now? രോഗമാണോ ഭാരം? Is it an unsaved ഓ, family member? Is ഇത് it a ഇത് sickness? ഇത് അത്ഭുതം നടന്നാൽ എന്താ സംഭവിക്കാൻ പോണത്? If a miracle happens, what അതൊന്ന് will കണ്ട് happen? ഒരു നിമിഷം അത് കണ്ട് ഇതാ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയാ ഒന്ന് കണ്ടേ. Can ഇപ്പൊ you നിങ്ങളുടെ see this? വിഷയമല്ല കാണേണ്ടത്, ദൈവം പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയുണ്ടല്ലോ അതൊന്ന് കണ്ടേ. Don't see your problem now. See what after God performs the miracle, അത് കണ്ടേ. that time. അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക, അവിടെ നിന്ന് മാറിപ്പോ. Stand in the time when അത് your കണ്ടിട്ട് solution is അത് done. കണ്ടിട്ട് വചനം പറയണം. See that and then speak the word. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന He ദൈവം. brings into being what is not. മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവം. He is the one who raises the dead. ഉഷാൽക്കന റാത്തല Rima റീകമ seka നാത്തല rasa റീകമ na നാതിരിയ. raba rushe ഓ, la അന്യഭാഷ rabasika. പറഞ്ഞ ആ കണ്ണോട് കണ്ണോട് അന്യഭാഷ പറ. See things that as ആ you want it to faith be. അത് പർച്ചേസ് ചെയ്തെടുക്കാൻ പോവാ. അത് പ്ലക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോവാ. പ്ലക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോവാ. You're going to bring it into being. ലെമോ ഫാരലിയ സോഫനന്ദിരിയ. ലെശോ പ്രകറ്റലസിയാന്തലെ ബോറാലിയ. ഷെമാല ഹോസ ബ്രൈൻഡ് ലേക്ക് ലേലെ. ഇല്ലാത്തതുണ്ടായി വരാൻ പോവാ. ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായി വരാൻ പോകുകയാണ്. ഇല്ലാത്തത് സൃഷ്ടിക്കാൻ വേണ്ടി പോകുകയാണ്. In the name of Jesus. In the name of Jesus. In the name of Jesus Christ. ഓ ബറലസിയാന്തലെ ബറലിയാന്തരി. ശലറിയ ദൽപനര അന്യഭാഷ പറഞ്ഞു. Can we speak in tongues for some time? Sika barabasha sika basika barabasha sika basika barabasha sika barabasha sika barabasha sika barabasha sika barabasha sika barabasha sika barabasha. കുഴപ്പമുണ്ട് കേട്ടോ. If you are still in the same district, there's something wrong. നിങ്ങൾ ഇപ്പോഴും ഒരു ആത്മാവിനെ പോലും നേടാൻ പറ്റിയില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. If you're not able to bring a single person, then there is something wrong. പുറപ്പെടാൻ പറ്റുന്നില്ല. You're not അന്യഭാഷ പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ Sika barabasha 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 sika barabala bara 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 bara. വിശ്വാസത്തിൽ കേറിവാ. മലകളെ നീക്കുന്ന വിശ്വാസം.
കുടുംബത്തിന്റെ അകത്ത് അത്ഭുതം ഉണ്ടാകട്ടെ. തലമുറകൾ അത്ഭുതമാകട്ടെ. ആരാധന മടങ്ങി വരട്ടെ. ആരാധന മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ. Worship in our homes. Worship in our homes. ഇങ്ങനെ പോരാ പോരാ പോരാ. കേറിവാ 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 കേറിവാ. അനേകരുടെ വിടുതലിന് വേണ്ടി കേറിവാ. ഓ, ഫെയ്ത്തിനെ ഇൻക്രീസ് ചെയ്യുക. പലതും പർച്ചേസ് ചെയ്യാനുണ്ട്. Oh shala bala bara riga lada lada riga ba ura bala riga mana shekelate riga ba hallelujah riba baba riga bana sandala ura baba riga mana sheketele. Increase your faith. Building up your faith. Building up your faith. Masofala. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും. Faith is the confidence of things. കാണാത്ത കാര്യങ്ങളെ കൊണ്ടുവരാനുള്ളത് വിശ്വാസം. Assurance of things not seen. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്ത്. It is bringing into being what doesn't exist. ബോഡിയിലോട്ട് ജീവനെ കൊണ്ടുവരാൻ പറ്റുമോ? Giving life to the dead. അതിന് ഫെയ്ത്ത് മതി. We need faith for that. ഇല്ലാത്ത വഴികൾ തന്നെ വരും. The ways that are not there, the way will be created for you. നിങ്ങളുടെ ഫെയ്ത്തിനെ ഇൻക്രീസ് ചെയ്തില്ലെങ്കിൽ, Increase your faith. ഇൻക്രീസ് ചെയ്തില്ല എങ്കിൽ, If you don't increase your faith, വീൽ ചെയറിൽ ഇരിക്കുന്ന വ്യക്തി വീൽ ചെയർ തന്നെ ഇരിക്കും. the person in the wheelchair will stay in the ആ wheelchair. വ്യക്തിയുടെ കണ്ണുനീര് നിങ്ങൾ കാണേണ്ടി വരും. You will have to see that. തകർന്ന വ്യക്തിയെ പിന്നെ നിങ്ങൾ കാണേണ്ടി വരും. You'll have to keep seeing them as paralyzed. നമ്മുടെ അകത്ത് വിശ്വാസം വളരുന്നതാ കേട്ടോ. Your faith increases ഇതിനെ in you. ഇൻക്രീസ് ചെയ്യണം. Increase your faith. ശിഷ്യന്മാർക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. The disciples said, increase our faith. യേശുവാണ് വിശ്വാസത്തിന്റെ നായകൻ. Jesus is the author of our faith. Thank you Holy Spirit. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Can we say hallelujah? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Can we say hallelujah? ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ശരീരത്തിൽ രോഗം വരുമ്പോൾ, I always say when we are sick. ഒരു ദേവദാസന്റെ നല്ലൊരു വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞു. One man of God said a good നമ്മുടെ interpretation. ഡെസ്റ്റിനി കംപ്ലീറ്റ് ആകണമെങ്കിൽ If our destiny needs to നമ്മുടെ be complete, ശരീരം കൂടെ വേണം. we need a body as ഇപ്പൊ ഞാനിപ്പോ മരിച്ചെന്ന് വിചാരിച്ചു. ഇപ്പം Suppose I die now. എന്റെ ആത്മാവ് പുറത്തോട്ട് പോകും. My spirit will leave my എന്റെ body. ഡെസ്റ്റിനി ഫുൾ ആക്കാൻ പറ്റത്തില്ല. ഫുൾഫിൽ ചെയ്യാൻ I പറ്റത്തില്ല. will not be able to fulfill my destiny. ഞാനിപ്പോ കിടപ്പ് രോഗിയാക്കി കിടക്കാന്ന് വിചാരിച്ചു. Suppose I'm a എന്റെ sick ഡെസ്റ്റിനി അവിടെ person. ബ്ലോക്ക് ആവും. My destiny is blocked. അപ്പൊ രോഗം വരുമ്പോ So when we are sick, നമ്മുടെ ഡെസ്റ്റിനിയെ ബ്ലോക്ക് ചെയ്യാൻ വരുന്നതാ. the sickness comes to block our അതുകൊണ്ടാണ് നിങ്ങൾ destiny. അതിനെ റെസിസ്റ്റ് ചെയ്യണം. And that's why you should resist it. രോഗത്തോട് വചനം കൊണ്ട് അതിനെ വെട്ടണം. Use the word to cut the രോഗമേ sickness. നിനക്ക് എന്റെ മേൽ അവകാശമില്ല പറയണം. Say to the sickness, you have no right over me. എനിക്കൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് എന്നെ പറ്റി Lord പദ്ധതിയുണ്ട്. has a plan over me. എന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. He has a plan അതിനെ about എന്നെ me. ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്ന ഏതുമായിക്കോട്ടെ, And let ഞാൻ അതിനെ whatever ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. to break and pray. ഞാൻ എന്റെ യാത്ര കംപ്ലീറ്റ് ആക്കും. I will complete my നിങ്ങൾ journey. വിളിച്ച് പറയണം, You എന്നെ should say പറ്റിയുള്ള that. ദൈവത്തിന്റെ പ്ലാനുകൾ ഫുൾഫിൽ ചെയ്യുവാൻ God's plan for my life will be fulfilled. പരിശുദ്ധാത്മാവിലൂടെ നടക്കും. It will happen with the Holy Spirit. താങ്ക് യു ഹോളി Thank സ്പിരിറ്റ്. you, Holy Spirit. നന്ദി. കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ Can പറഞ്ഞു. we say hallelujah? അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടിട്ട്. ഉറക്കം വന്നോ? How many of you are happy? Were you sleepy? ആമേൻ. ക്ഷീണമുണ്ടോ? Are you tired? ഞാൻ വിശ്വസിക്കുന്ന വചനം നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. I believe the word has started working in ഒരു you. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, In these days, what നമുക്കൊരു you should, കാര്യത്തിൽ ഉറപ്പ് വരുന്നില്ലെങ്കിൽ, if you're not getting confidence in something, ആദ്യം ഒരു ഉദാഹരണം മനസ്സിലാക്കുക. so understand what I കയ്യിൽ said. ഒരു 5 പൗണ്ട് ഉണ്ടെങ്കിൽ Suppose you have 5 ഒരു pounds. ആപ്പിൾ മേടിക്കാൻ ധൈര്യമുണ്ട്. You have the confidence to ഈ buy 5 apple. പൗണ്ട് ഇല്ലെങ്കിൽ, If you don't have 5 pounds, you don't have the നമ്മുടെ confidence. ചില കാര്യത്തിൽ ഉറപ്പ് വരുന്നില്ലെങ്കിൽ, Some things we don't have the നമ്മുടെ confidence. faith അത്രേ ഉള്ളൂ. Our faith is only that much. ഇൻക്രീസ് ആകുമ്പോൾ When our faith increases, ഉറപ്പും ധൈര്യവും ഉണ്ടാവും.
we have the confidence. ഇത് വരുന്നില്ലെങ്കിൽ And if this confidence, and അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. don't pray for പകരം miracle, വചനം പറഞ്ഞ് ഫെയ്ത്ത് ഇൻക്രീസ് ചെയ്യും. increase your faith. ഫെയ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ And when faith increases, അത് മുഴുവൻ ഞാൻ പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം. I've already said all this. ആത്മാവിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ When you pray in tongues, ഫെയ്ത്ത് ബൂസ്റ്റ് ചെയ്യുമ്പോൾ when you boost up your faith, കോൺഫിഡൻസ് തന്നെ വരും. the confidence കോൺഫിഡൻസ് comes. തന്നെ വരുമ്പോൾ And when confidence comes, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. കണ്ടോ? those who believe, signs will follow. ഇതാണ് സുവിശേഷത്തിന്റെ ശക്തി. This is the power of the ഒരു gospel. നിമിഷം കണ്ണടച്ചാട്ടെ. Can we all pray? Thank you, Holy Spirit. Thank you, Holy Spirit. ഇതിന്റെ അകത്ത് Let's pray. എല്ലാ ദുരുപദേശങ്ങളും, Lord, every wrong teaching inside എല്ലാ me, ഈവിൾ തോട്ട്സുകളും let every evil thought, ഞാൻ ക്യാൻസൽ ചെയ്ത് I പ്രാർത്ഥിക്കുന്നു. cancel it, Lord. ഞങ്ങളുടെ വിശ്വാസത്തിന് വിരോധമായി നിൽക്കുന്ന Whatever is standing against our faith, എല്ലാ കോട്ടകളെയും ഇടിച്ചു കളയുന്ന all strongholds I'm breaking. പരിശുദ്ധാത്മാവേ, Oh Lord, ഞങ്ങളുടെ അകത്ത് അങ്ങയുടെ വചനത്താലും through your word, അങ്ങയുടെ ആത്മാവിന്റെ വിശ്വാസത്താലും through your spirit, ഞങ്ങളെ നിറച്ച് fill us with your ഞങ്ങളുടെ word and യാത്ര spirit. ഫുൾഫിൽ ചെയ്യുവാൻ Help us to fulfill our ഞങ്ങളെ journey. ശക്തീകരിക്കണമേ. Strengthen us to വചനം complete our പറയുവാനുള്ള destiny. ബലത്തിൽ നന്ദി കർത്താവേ. Thank you for the power to say the word. ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള ബലത്തിൽ നന്ദി കർത്താവേ. Thank you for the power to speak, pray in വചനം എന്ന tongues. കറൻസി സമ്പാദിപ്പാൻ, Help us to earn the currency of faith. വിശ്വാസി എന്ന കറൻസി, വിശ്വാസം എന്ന കറൻസി വർദ്ധിപ്പിക്കുവാൻ. Increase the currency of faith. കേട്ടോണേ, നിങ്ങളുടെ അകത്തെ കറൻസിയാണ് ഫെയ്ത്ത്. Currency inside you is ബൈ faith. ഫെയ്ത്ത് എന്നാ വചനം പറഞ്ഞത്. By faith. ബൈ ഫെയ്ത്തിനാൽ അവർക്ക് കിട്ടിയെന്നാ പറഞ്ഞത്. It's written by faith they got ദൈവരാജ്യത്തിന്റെ it. കറൻസിയാണ് ഫെയ്ത്ത്. The currency of the kingdom ഇത് of God is faith. കൂട്ടുമ്പോഴാണ് And as you increase പലതും it, മേടിക്കാൻ പറ്റുന്നത്. you are able to buy many ഞാൻ വീണ്ടും things. പറയുന്നത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ. I just said that to understand. ഇന്ന് മുതൽ നിങ്ങൾ വിശ്വാസത്തെ കൂടുതൽ ഏൺ ചെയ്യണം. From today, start earning or increasing your ചെയ്യുന്നത് faith. പോലെ, Just like you earn money, ഫിനാൻസ് ഏൺ ചെയ്യുന്നത് പോലെ, just like you increase your finance, കൂടുതൽ ഏൺ ചെയ്യണം. faith increase your faith. കൂടുതൽ ഏൺ ചെയ്യുമ്പോൾ Increase faith more, കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. you can purchase more. അതിനുവേണ്ടി സഹായിക്കുന്നതാണ് വചനം. And word helps കൂടുതൽ us. വചനം പറയണം പ്രിയരെ. For us, speak the word. കിട്ടുന്ന സമയത്തെല്ലാം വചനം പറയണം. Whenever you get time, കിട്ടുന്ന speak the സമയത്തെല്ലാം word. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. And whenever you get ആ time, speak in സമയത്തെല്ലാം tongues. ധ്യാനിക്കണം. കണ്ടോ? And meditate on the word of വിശ്വാസ God. കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടേ പറയാവുള്ളൂ വചനം. You should see with eyes of faith and then speak the ഇല്ലെങ്കിൽ word. നിങ്ങൾ ബ്ലോക്ക് ആയി പോകും. Otherwise, you'll be blocked. അടുത്ത സ്റ്റെപ്പ് മൂവ് ചെയ്യാൻ കഴിയത്തില്ല. You cannot move to ഇതാണ് the next പലർക്കും step. സംഭവിച്ചു പോയത്. This is what is happening to many പലരും people. സ്റ്റക്ക് ആയി നിൽക്കുന്നത്. That's why you get stuck. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. നന്ദി കർത്താവേ. Thank you, പിന്നെ എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോട്ടെ. പിതാവേ, സ്തുതിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം കർത്താവേ. കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്ത കർത്താവേ, ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ലപ്പാ കർത്താവേ. വിശ്വാസത്തിൽ ഓരോ ദിവസവും കർത്താവേ ഊർജത്തോടെ ഞങ്ങൾ വരുവാൻ കർത്താവേ മലകളെ ഇടിച്ചു നുറുക്കുവാൻ കഴിവുള്ള കർത്താവിന്റെ വചനം അയക്കുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനം കർത്താവേ വിശ്വാസത്തിൽ ഓരോ ദിവസവും വളരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഇടയാക്കണേ എന്ന് നിങ്ങൾ കടന്നു വന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വലിയ മഹത്വം കൊണ്ട് അവരെ നിറയ്ക്കണം കർത്താവെ. ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വിശ്വാസത്തിൽ ഊന്നി കർത്താവെ അനേകരെ സൗഖ്യമാക്കുവാനുള്ള ദൈവിക കൃപ പ്രാപിച്ചതിനായി ഞങ്ങൾ നന്ദി കരയറ്റുന്ന കർത്താവെ. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഈ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഈ ദേശത്തെ പിടിച്ചടക്കുവാനുള്ള ദൈവിക ശക്തി ഞങ്ങളുടെ ഉള്ളിലുള്ള ആ വിശ്വാസം കൂടുതലായി വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞങ്ങൾ